ഈ നല്ല ദിവസത്തിനായി കർത്താവിന് നന്ദി പറയുന്നു. ഈ രാത്രിയുടെ ശാന്തതയ്ക്കായി നന്ദി പറയുന്നു. വിവിധ ടൈം സോണുകളിൽ ഇന്ന് രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. മിഡിൽ ഈസ്റ്റ് പേട്ടവറിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കി 61ാമത്തെ ക്ലാസ് ആണ് ഇന്ന് രാത്രി നടക്കുന്നത്. അല്ലെങ്കിൽ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിനായി നമുക്ക് വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം കർത്താവ് വേഗത്തിൽ കൂട്ടിവരുത്തേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വിശാൽ ഇന്ന് രാത്രിയിലും വാസങ്ങളെ കർത്താവ് ശക്തീകരിക്കേണ്ടതിനായി, ബലപ്പെടുത്തേണ്ടതിനായി, ആത്മനിയോഗത്തോട് സൂക്ഷിക്കുവാൻ ആ കർത്താവ് കൃപ കൊടുക്കേണ്ടതിനായി, അല്ലെ ശാരീരികമായി ഒക്കെ ബലപ്പെടുത്തേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആരാധന ലീഡ് ചെയ്യുന്ന വാത്സല്യ സൗകര്യമാർക്കായി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ കർത്താവ് ശക്തീകരിക്കേണ്ടതിനായി, ബലപ്പെടുത്തേണ്ടതിനായി, ആത്മനിയോഗത്തോടെ ശുശ്രൂഷകളൊക്കെ ചെയ്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്യേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വേഗത്തിൽ അല്ലെങ്കിൽ കടന്നു വരുവാൻ ഇടയാകേണ്ടതിനായി നമുക്ക് ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ മധ്യത്തുള്ളതിനായി നമുക്ക് കർത്താവിന് നന്ദി പറയാം. 2 or 3 പേര് എൻ്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യത്ത് ഞാനുണ്ടെന്ന് അറിയ അരുമനാഥന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ നമ്മുടെ മധ്യത്തുണ്ട്. അല്ലെങ്കിൽ കടന്നു വരുന്ന ജനം ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെടുവാൻ, വിടുവിക്കപ്പെടുവാൻ, അവരുടെ രഹസ്യവും പരസ്യമായ പ്രാർത്ഥന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി സംസാരിപ്പാൻ ഇടയാകേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അല്ലെങ്കിൽ കർത്താവ് ഇന്ന് രാത്രി നമ്മെ സഹായിക്കട്ടെ, നമ്മെ ബലപ്പെടുത്തട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നമ്മുടെ മധ്യത്ത് ശക്തമായി കഴിഞ്ഞ നാളുകളിൽ ഇടപെട്ടതുപോലെ ശക്തമായിട്ട് കർത്താവ് നമ്മുടെ മധ്യത്ത് ഇടപെടേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ കുടിവരവുകളെല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായി കുടിവരവിന്റെ ലക്ഷ്യം ഹല്ലേലൂയ വല്ലവിധേനയും കർത്താവിന്റെ വചനം ഏതൊക്കെ മേഖലകൾ എത്തിക്കാമോ ആ മേഖലകളിലൊക്കെ നമുക്ക് എത്തിക്കുവാൻ ഇപ്രകാരം മാധ്യമങ്ങൾ ഇപ്രകാരം കർത്താവ് ഓൺലൈനിൽ കൂടെ ക്രമീകരിച്ചിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച് ആൻഡി. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലും സന്നിധരായിരിക്കുന്ന ദേവദാസന്മാർ, വാത്സല്യ മാതാപിതാക്കൾ, സഹോദരന്മാർ എല്ലാവർക്കും ഒരിക്കൽ കൂടി യേശു കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. വിവിധ ടൈം സോണുകളിൽ നിന്ന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹത്തെ അറിയിക്കും. കർത്താവിന്റെ രാത്രി എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രതീക്ഷയോടെ, വളരെ റെപ്യൂട്ടേഷനോടെ തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കണമെന്ന് പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പാസ്റ്റങ്ങളെ മീറ്റിംഗ് എന്നും പോട്ട് ലീഡ് ചെയ്യുന്നതായിരിക്കും. എങ്കിലിനെ വളരെ ആദരവോടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ ദൈവനാമത്തിൽ വന്ദനം. നമ്മുടെ പ്രാർത്ഥന എന്ന ലെസന്റെ 61ാമത്തെ ലെസനിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇന്ന് രാത്രികാലം ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. തിരുവനന്തപുരത്തും ട്രിവാൻഡ്രത്തു നിന്ന് വീണയും അഭിഷേകം ചേർന്ന് 2 ഗാനങ്ങൾ പാടും. അതിനുശേഷം അമേരിക്കയിൽ നിന്ന് സിസ്റ്റർ ശാന്തമ്മ 2 ഗാനങ്ങൾ പാടുന്നതായിരിക്കും. തുടർന്ന് നമുക്ക് ദൈവത്തിനെ ചിന്തിക്കാം. വീണ ആൻഡ് അഭിഷേകം. അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്തോത്രം. ഇപ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന ആൻഡ്രൂസ് പാസ്റ്റർ, സജീവ് ഫാമിലി പാസ്റ്റർ, മറ്റെല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദി സ്നേഹത്തെ അർപ്പിക്കുകയാണ്. നിസ്നേഹം പാടുവാൻ, നിന്നാമം ഉയർത്തുവാൻ എന്ന് തുടങ്ങുന്ന ഗാനം പ്രാരംഭത്തിൽ നമുക്ക് പാടി നമുക്ക് ആരാധിക്കാം. നിൻ സ്നേഹം പാടുവാൻ, നിന്നാമം ഉയർത്തുവാൻ, നീ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, നീ സ്നേഹം പാടുവാൻ, നീ നാമം ഉയർത്തുവാൻ, നീ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ, എൻ ദൈവമേ
കാണിച്ചതിനാൽ എൻ ദൈവമേ, എൻ യേശുവേ, എൻ നാഥനേ, അങ്ങേ ആരാധിക്കും. എൻ ദൈവമേ, എൻ യേശുവേ, എൻ നാഥനേ, അങ്ങേ ആരാധിക്കും. നീ സ്നേഹം പാടുവാൻ, നീ നാമമുയർത്തുവാൻ, നീ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. നീ സ്നേഹം പാടുവാൻ, നീ നാമമുയർത്തുവാൻ, നീ സേവ ചെയ്യുവാൻ, നിന്നെ പുകഴ്ത്തുവാൻ. എൻ ദൈവമേ, എൻ ദൈവമേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കും. എൻ ദൈവമേ, എൻ ദൈവമേ, എൻ ദൈവമേ, അങ്ങേ ആരാധിക്കും. എന്റെ നിക്ഷേപം നീ തന്നെയാ എന്നിറങ്ങുന്ന ഗാനം ചെന്ന് പാടാം. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. യേശുവേ, ഈ ഹൃദയത്തിനുടയോനേ, യേശുവേ, ഈ ഹൃദയത്തെ കവർന്നോനേ, യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, യേശുവേ, ഈ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെ ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെ ചേർത്തിടുവാൻ. കണ്ണുനീ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ, മാറനാഥ. കണ്ണുനീ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ, മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. കൺകളാൽ കാണുമേ, കൺകളാൽ കാണുമേ, എൻ പ്രിയ രക്ഷകനേ. സുന്ദരരൂപനേ, വന്ദിതനാഥനേ, മാറനാഥ, മാറനാഥ. സുന്ദരരൂപനേ, വന്ദിതനാഥനേ, മാറനാഥ, മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരെ, കാന്തനമെന്നേശുവേ. ആയിരം വാക്കുകൾ മിണ്ടിയാൽ പോരെ, കാന്തനമെന്നേശുവേ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ, മാറനാഥ. ദിനംതോറും വേണമേ, വരവോളം വേണമേ, മാറനാഥ, മാറനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, യേശുവേ, എൻ ഹൃദയത്തെ കവർന്നോനേ, യേശുവേ, എൻ ഹൃദയത്തിനുടയോനേ, യേശുവേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നെ തന്നെയാ. എന്റെ നിക്ഷേപം നീ
താങ്ക് യു വീണ അഭിഷത. അതിമനോഹരമായ ഗാനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് സിസ്റ്റർ ശാന്തം എബ്രഹാം 2 ഗാനങ്ങൾ പാടിയതിനു ശേഷം നമുക്ക് വചനത്തിലേക്ക് തിരിയാം. സിസ്റ്റർ ശാന്തമ്മ. ഒരു പ്രാവശ്യം കൂടെ വീണ്ടും ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുവാനും നിങ്ങളോട് ഒന്നിച്ചായിരിക്കാനും കർത്താവ് തന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആൻഡ്രൂസ് പാസ്റ്ററിനോടും സജി പാസ്റ്ററിനോടും ഒക്കെ ഉള്ള നന്ദി സ്നേഹവും ഞാൻ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നിൻ സ്നേഹം മാധുര്യം ആവർണ്ണനീയം, പാപം മരണം ഏറ്റെന്നിൽ പുതുജീവൻ നൽകിയോൻ. നിൻ സ്നേഹം മാധുര്യം ആവർണ്ണനീയം, പാപം മരണം ഏറ്റെന്നിൽ പുതുജീവൻ നൽകിയോൻ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ. എൻ ജീവൻ ശൂന്യമായി മാരുഭൂസമാനമായി തങ്കരക്തത്താൽ എന്നെ ഫലപ്രദമാക്കിയോൻ. എൻ ജീവൻ ശൂന്യമായി മാരുഭൂസമാനമായി തങ്കരക്തത്താൽ എന്നെ ഫലപ്രദമാക്കിയോൻ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ. എന്നിലാനന്ദമേകി നവ ചൈതന്യം നൽകി ആത്മജീവനായകൻ നിത്യജീവൻ നൽകിയോൻ. എന്നിലാനന്ദമേകി നവ ചൈതന്യം നൽകി ആത്മജീവദായകൻ നിത്യജീവൻ നൽകിയോൻ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ. ആത്മശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യയാനോനെ. ആത്മശക്തി പകർന്നും അഭിഷേകം നൽകിയും സുവിശേഷം ഘോഷിപ്പാൻ എന്നെ യോഗ്യനാക്കിയോൻ. വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വൻ കൃപയ്ക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ വാഴ്ത്തുന്നേ, വാഴ്ത്തുന്നേ. ജീവൻ നൽകി വീണ്ടെടുത്ത കർത്തനെ. കണ്ണിൻ മണി പോൽ എന്നെ കരുതും ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും സ്നേഹമാകും യേശുവേ.
കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാറിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കൃത്തിലെന്നെ വഹിച്ചതിനാൽ മുള്ളിൻ കുരുക്കതിൽ വീണതില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശിയില്ല. കണ്ണിൽ തന്നെ നോക്കിയതിനാൽ തുമ്പമൊന്നും യേശിയില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. പ്രാണനേക്കാൾ അരികിലുള്ളതാൽ ഭയപ്പെടുവാൻ കാര്യമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. താങ്ക് യു സിസ്റ്റർ ശാന്തമ്മ. അതിമനോഹരമായ ഗാനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രികാലം അവസാനമായി ഹരിപ്പാട്ടിൽ നിന്ന് സിസ്റ്റർ ലിജിയും മോൾ ഫിബിയായും ചേർന്ന് ഒരു ഗംഭീരം പാട്ട് പാടാൻ തക്കൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ പാട്ട് അനുഗ്രഹമായിരിക്കാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഹോദരിമാരുടെ പാട്ടുകളൊക്കെ എത്ര മനോഹരമായിരിക്കുന്നു. സ്വർഗത്തിരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്കുണ്ടാകുന്നത്. വീണയുടെ പാട്ടും ശാന്തമിഷ്ണന്റെ പാട്ടും അതുപോലെ ഇനി കേൾക്കാൻ പോകുന്ന ഗംഭീര ഗാനവും ഇതെല്ലാം സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ അതേ അവിടെ പാടാൻ പോകുന്ന ആ പാട്ട് പോലെ ഉള്ള ഒരു അനുഗ്രഹം നമുക്ക് സ്റ്റേജിൽ അനുഭവിപ്പാൻ ഇടയാകുന്നു. ഇന്ന് രാത്രിക്കാലം 3 പേരാണ് ബൈബിൾ വായന സഹായിക്കുന്നത്. ആദ്യമായിട്ട് പാട്ട് പാടാതിരുന്ന നമ്മുടെ ഹരിപ്പാട്ടിലെ സിസ്റ്റർ ലിജിമോൾ ഒരു വാക്യം വായിക്കും. അതിനുശേഷം വീണ, പിന്നെ ശാന്തമ്മ, ഇങ്ങനെ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. അത് ഈ വാശി വേണം വായിക്കാൻ കേട്ടോ. 16-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കയാൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു. നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. ഭൂമിയിലെ വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ പാസ്റ്റർ സജിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ മനോജ്, പാസ്റ്റർ വത്സലം, എല്ലാ ദൈവദാസന്മാരെയും എല്ലാ സഹോദരി സഹോദരന്മാരും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ സിസ്റ്റർ ശാന്തമ്മ ഇപ്പം ദുഃഖത്തിലാണ്. അവരുടെ ഒരു പ്രിയപ്പെട്ട വ്യക്തി ഇന്നലെ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഒരു ദുഃഖം അവരുടെ ഉള്ളിൽ കിടക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവൾ വന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കൊണ്ട് സഹായിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ മകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ശാന്തമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. നമ്മൾ വായിച്ചതായ വേദഭാഗം ഒരു പ്രാർത്ഥനയാണ്. 16-ാം സങ്കീർത്തനം ഒരു പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ് ദാവീദ് ഇവിടെ പ്രാർത്ഥിച്ചത്. ദാവീദിന്റെ അനേക പ്രാർത്ഥനകൾ സങ്കീർത്തനങ്ങൾ തന്നെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. അതിലൊരു പ്രാർത്ഥനയാണ്, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ നീ എന്നെ കാത്തുകൊള്ളണമേ. നമ്മുടെ പ്രാർത്ഥനയുടെ 60-ാമത്തെ സബ്ജക്ട് നിന്നാണ്
നമ്മുടെ ഫയറിൽ അടിച്ചത്. എന്നാൽ 61ാമത്തെ സബ്ജക്റ്റാണ് ഇന്ന് എടുക്കുന്നത്. ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പാട്ടുകളെല്ലാം അത് ലോകത്തിൽ 20,000-ലധികം പേർക്ക് ഇതിന്റെ കോപ്പികൾ പോകും. ഇവിടെ പ്ലാറ്റ്ഫോമിൽ ആൾ കുറവാണെങ്കിലും നമ്മുടെ ഈ ഗാനശുശ്രൂഷയും നമ്മുടെ ബൈബിൾ പഠനവും പിന്നീട് ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അനേകരുണ്ടെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. എല്ലാവർക്കും ഈ സമയത്ത് വന്ന് അറ്റൻഡ് ചെയ്യാൻ തക്കൊണ്ട് ഒക്കത്തില്ല. എന്നാൽ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാജി ക്രമീകരിച്ചിരിക്കുന്ന ഈ പ്ലാറ്റ്ഫോം അനേകർക്ക് അനുഗ്രഹമായി തീരുന്നു, അനേകർക്ക് ആശ്വാസമായി തീരുന്നു. തന്റെ ദാസന്റെ ആത്മീയ വെളിപ്പാടിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ ദാസനെ ദൈവം വീണ്ടും കാര്യങ്ങളെടുത്ത് ഉപയോഗിക്കുമാറാകട്ടെ. തന്റെ ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്ന കഠിനാധ്വാനം, അതിന്റെ ഫലം, നിന്റെ അപ്പം വെള്ളത്തിന് മീതെ ഏറിയ നാൾ കഴിഞ്ഞാലും അത് ഫലം തരാതെ പോകത്തില്ല. ഇത് ഈ മെസ്സേജ് എല്ലാം യൂട്യൂബിൽ കിടക്കുന്നു, അനേകർ കേൾക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇവിടെ 16ാം സങ്കീർത്തനം, അതിന്റെ ഹെഡിങ് സ്വർണ്ണ ഗീതം എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്വർണ്ണ ഗീതം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കുക അത് എങ്ങനെയാണ് ആ പേര് വന്നത്. വേറെ പല സങ്കീർത്തനങ്ങളും സ്വർണ്ണ ഗീതങ്ങൾ എന്ന പേരിനാൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ പേര് വരാൻ കാരണം വിലയേറിയത്, ഏറ്റവും വിലപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് ആ പേര് കൊടുത്തിരിക്കുന്നത്. അല്ലാതെ സ്വർണ്ണ പേന കൊണ്ട് എഴുതിയ സങ്കീർത്തനം എന്നുള്ളതല്ല. അത് സങ്കീർത്തനക്കാരൻ കാട്ടിലും അതെല്ലാം ഗുഹയിലൊക്കെ ഇരുന്ന് എഴുതുന്ന ഈ സങ്കീർത്തനങ്ങൾ സ്വർണ്ണ ലിപി കൊണ്ടൊന്നും എഴുതാൻ പറ്റത്തില്ല. തനിക്ക് ലഭിച്ച അത് അന്നത്തെ നിലയിലുള്ളതായ സിസ്റ്റം അനുസരിച്ച് എഴുതിയതായ സങ്കീർത്തനങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇതിനെക്കുറിച്ച് പല വേദപണ്ഡിതന്മാരും പറയുന്നത് അത് രത്ന ലിപികളിൽ എഴുതത്തക്ക നിലയിലുള്ള വാചകങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും ദൈവത്തിന് പ്രസാദവും സുഗന്ധവുമായി തീരട്ടെ. നമ്മുടെ പ്രാർത്ഥന അത് പ്രാർത്ഥിക്കുമ്പോൾ എളിമപ്പെട്ട് പ്രാർത്ഥിക്കണം. അതിൻ്റെ ഒരു തെളിവാണ് ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. ആ പ്രാർത്ഥനയുടെ വാചകത്തിൽ തന്നെ നമ്മുടെ പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവമക്കൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന എല്ലാം എടുത്തു നോക്കിയാൽ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെത്താൻ താഴ്ത്തിയുള്ള ഒരു പ്രാർത്ഥനയാണ്. എളിമപ്പെട്ട എന്നെ കാത്തുകൊള്ളണമേ. ഇന്നത്തെ പലരുടെയും പ്രാർത്ഥന കേൾക്കുമ്പോൾ ആ പ്രാർത്ഥന ഒന്ന് ടേപ്പ് ചെയ്തിട്ട് നമ്മളൊന്ന് തിരിച്ചു കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തോ ദൈവത്തെ ഷൗട്ട് ചെയ്യുന്ന പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഇപ്പം ഇങ്ങോട്ട് വെട്ടിമുറിക്കണമേ, ഇപ്പം നരണമേ, വലിയ അവകാശം നമുക്ക് പറയാം. അത് ഒരു എളിമ പലപ്പോഴും പ്രാർത്ഥന, അതാ തീഷ്ണത കൊണ്ട് പ്രാർത്ഥിക്കുന്നതാണ്. കർത്താവേ നീ തകർക്കണമേ, നീ ഇടിവെട്ടിക്കണമേ, നീ ചോദിക്കാതെ വിടല്ലേ, ഇങ്ങനെയൊക്കെയുള്ള പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെ ദൈവം ഇവനോടുണ്ടെങ്കിൽ അവനോട് ചോദിക്കും. അതൊക്കെ പ്രതികാരത്തിന്റെ കാര്യങ്ങളാണ്. അതേ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഉടനെ ദൈവം എഴുന്നേറ്റ് അവനോട് പ്രതികാരം ചോദിക്കാനോ അവനെ ഇടിവെട്ടിക്കാനോ ഒന്നും ദൈവം പോകത്തില്ല. ദൈവം എല്ലാം ക്ഷമിപ്പാനാണ് നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ പ്രാർത്ഥന എല്ലാം മാതൃയാക്കണം. കർത്താവ് തന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവെ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. അവരിൽ നിന്ന് യേശുവിന്റെ അടുക്കൽ ചോദിക്കുന്ന യാചന എത്ര വലുതാണ്, ഇപ്പം തന്നെ തരണം, വിടത്തില്ല എന്നുള്ള നിലയിലല്ല. അതേ യോഹന്നാൻ തന്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ. ഞാൻ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ആ എളിമ കണ്ടോ, നിന്റെ രാജ്യം വരണമേ. അതെ, താഴ്മയോടുള്ള പ്രാർത്ഥന, ആ ഒരു പ്രാർത്ഥന നമ്മൾ മാതൃകയാക്കണം. പലപ്പോഴും ചിലരുടെയൊക്കെ പ്രാർത്ഥന, അതേ പുതുപ്പള്ളിയിൽ ഒരു പാപ്പൻ സാറുണ്ട്, അദ്ദേഹത്തിന്റെ പിതാവ് പറയും എൻ്റെ പാപ്പനുണ്ടല്ലോ, എൻ്റെ മകൻ പാപ്പൻ ദൈവത്തെ പോലും പിടിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. കാരണം പുള്ളിയുടെ പ്രാർത്ഥന അതുപോലെയാണ്. അപ്പം പറഞ്ഞു എൻ്റെ പാപ്പനോ എൻ്റെ മകനോ, അപ്പൻ അന്ന് രക്ഷിക്കപ്പെട്ടതല്ല, ദൈവത്തെ പോലും പിടിച്ചു കിട്ടുന്ന പ്രാർത്ഥനയാണ് എൻ്റെ മകന്റെ പ്രാർത്ഥന. അത് നമ്മൾ ചിലപ്പോൾ പേടിച്ചു പോകും. ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെന്ന് എളിമയോട് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ശലോമോൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന, ഇതൊക്കെ നോക്കണമേ. ശലോമോനാണ് ദൈവത്തിന് വേണ്ടി ആദ്യമായി ഒരു ആലയം പണിത്. ആലയം പണിതതിന് ശേഷം പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്നറിയാമോ? ദൈവമേ നീ സ്വർഗാതി സ്വർഗത്തിൽ ഒതുങ്ങാത്ത ദൈവമാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ആലയത്തിന് എങ്ങനെ വസിക്കും? ഈ ആലയത്തിന് തൃക്കൻ പാർക്കണമേ. എല്ലാം അതേ അപേക്ഷിക്കാണ്. തൃക്കൻ പാർക്കണമേ, ഉത്തരം അരുളണമേ, വിടുവിക്കണമേ, നിന്റെ തേജസ് നയിക്കണമേ. എത്ര മനോഹരമായ പ്രാർത്ഥന! നമ്മുടെ പ്രാർത്ഥന തന്നെ ദൈവത്തിന് പ്രസാദമായി തീരത്തക്കെന്നുള്ള പ്രാർത്ഥനയായിരിക്കണം. ചുങ്കക്കാരൻ പ്രാർത്ഥിച്ചത്
മഹാഭാവിയായ എന്നോട് മനസ്സറിയണമേ. ഇവിടെ സങ്കീർത്തനക്കാരനായ ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തുകൊള്ളണമേ. എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിന് സ്വർണഗീതം എന്ന പേരെടുക്കാൻ കാരണം? അതിനൊരു കാരണമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്, ഒരു മശീഹ സങ്കീർത്തനമാണ് 16-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ നമ്മുടെ യേശുവിനെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ സങ്കീർത്തനം അതൊരു പ്രവചനമാണ്. ആ പ്രവചന നിമിത്തമാണ് ഇതൊരു സ്വർണഗീതമായി മാറിയത്. ഈ സങ്കീർത്തനത്തിന്റെ ചുരുക്കം, ക്രിസ്തു നമുക്ക് വേണ്ടിയുള്ളതല്ല, ക്രിസ്തുവാണ് നമ്മുടെ എല്ലാം, ക്രിസ്തുവാണ് നമ്മുടെ ഉടമസ്ഥൻ. അതേ പൗലോസ് പറഞ്ഞില്ലേ, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു നിൽക്കുന്നതുമായ കർത്താവിന്റെ ദൂതൻ, എന്റെ ഉടയവൻ. ദാവീദ് പ്രാർത്ഥിച്ചപ്പോ, ദൈവമേ, നീ എന്റെ ദൈവം, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും, വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എന്റെ ഉള്ള നിനക്കായി ദാഹിക്കുന്നു. ഈ നീ എന്നുള്ള പദം മലയാളത്തിൽ പറയുമ്പോൾ എനിക്ക് പലപ്പോഴും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ദൈവത്തെ കയറി നീ എന്നൊക്കെ വിളിക്കാൻ തക്കൊണ്ട് നമുക്കൊരു മടിയില്ല. അത് ആ നിലയിലാണ്. അത് ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചപ്പം അത് രണ്ടുപേരും ഭയങ്കരം, ഈ ഹൈസ്കൂളിന്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ വിചാരം സ്വർഗമാണെന്നാണ്. ഞാൻ ഹൈസ്കൂളിന്റെ ബൈബിൾ കോളേജിൽ 3 വർഷം പഠിച്ചതാണ്. പലയിടത്തുനിന്നും അത് തലവേദന എടുത്തിട്ട് ആ പിള്ളേരും ഹൈസ്കൂളിലേക്ക് പറഞ്ഞു വിടുന്നത്. എന്നാൽ ഇവൻ അവിടെ പോയെങ്കിലും ഒരു ഗുണപാഠം പഠിക്കട്ടെ എന്നുള്ള നിലയിലാണ് പറഞ്ഞു വിടുന്നത്. രണ്ടുപേരും തമ്മിൽ ഭയങ്കര മഴക്ക്. അപ്പൊ ഞാൻ അന്ന് ഒരു സൗമ്യനാണ്, ആൾക്കാരെ നിരപ്പിക്കാൻ തക്കൊണ്ട് ഞാനാണ് നിൽക്കുന്നത്. അപ്പൊ ഇവര് ദാനിയേൽ, ഒരു ദിവാകരൻ, 2 പേരാണ്. അവരെ വിളിച്ചെന്താ വഴക്കിന്റെ കാരണം? അപ്പൊ ദാനിയേൽ പറയുന്നത്, ദിവാറിന് എന്നെ നീ എന്ന് വിളിച്ചെന്ന്. ഞാൻ ചോദിച്ചു, എന്താ ദിവാരൻ അങ്ങനെ വിളിച്ചത്? പുള്ളി പറഞ്ഞു, ഞാൻ വിളിച്ചില്ല, ഞാൻ ഇംഗ്ലീഷ് യു എന്നാ പറഞ്ഞത്. അപ്പം മറ്റേ പുള്ളി പറഞ്ഞു, എന്നെ യു എന്ന് വിളിച്ചു, അപ്പൊ നീ എന്ന് വിളിച്ചു, അതുകൊണ്ടാണ് വഴക്ക്. നോക്കണം, ഇംഗ്ലീഷ് യു എന്ന് വിളിച്ചെന്ന്, അതിന്റെ അർത്ഥം നീ അതെന്ന് പറഞ്ഞു. ഭയങ്കരം. ഞാൻ പിന്നെ അവരെ സമാധാനിപ്പിച്ച് അതിന്റെ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പൊ അവരെ കൊണ്ടോന്നും എനിക്ക് അറിയത്തില്ല, ദൈവത്തിന് സ്വന്തം. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന അവരൊക്കെ പ്രദേശത്തേക്ക് പോയാൽ പ്രിയപ്പെട്ടവരാ. ആരംഭ ശൂരത്വമാണ് ഇതൊക്കെ. ഇവിടെ ദാവീദിനെ സംബന്ധിച്ച് ദാവീദ് ഇവിടെ പറയുന്നത്, ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ ഇത് കാത്തുകൊള്ളണമേ. ഇത് സ്വർണഗീതമാണ്, ഏറ്റവും വിലപ്പെട്ട സങ്കീർത്തനമാണ്, ഏറ്റവും രത്നക്കല്ലുകൾ പോലെ ശോഭിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം അങ്ങനെ വരാൻ കാരണം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ആദ്യമായിട്ട് വീണവായി. ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കാൻ ഞാൻ കുലുങ്ങി പോകുകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് ആനന്ദിച്ചു, എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപൂർണ്ണനാക്കും എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നുവല്ലോ. എന്ന് ദാവീദ് അവനെ കുറിച്ച് പറയുന്നു. എവിടെ പറഞ്ഞിരിക്കുന്ന വാചക? ഈ 16-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ എടുത്താണ് പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലനായ പത്രോസ് പ്രസംഗിക്കുന്നത്. ഈ സങ്കീർത്തനത്തിൽ നമ്മുടെ യേശുവിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം, അന്ന് പെന്തക്കോസ്ത് നാളിലാണ് പരിശുദ്ധാത്മ സ്നാനം ഉണ്ടായത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്ത് നിന്ന് വലിയ ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അവരൊക്കെയും ആത്മാവിൽ നിറഞ്ഞു, അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. അന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തിയുള്ള യഹൂദന്മാർ പെരുന്നാളിന് വന്നിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിന് 7 പെരുന്നാളുകളാണുള്ളത്. പെസഹ പെരുന്നാൾ, ഇങ്ങനെയുള്ള പെരുന്നാളില്ലേ, പാപപരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ, അതേ ഇങ്ങനെ ഉള്ള 7 പെരുന്നാളുകൾ അത് ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. പിന്നീട് ഒരു പെരുന്നാളുടെ കൂടി പ്രതിഷ്ഠോത്സവമായി. ഇങ്ങനെ പിന്നെ പൂരിം പെരുന്നാള്, അത് എസ്തേറിന്റെ പുസ്തകം നമ്മൾ കാണുവാൻ കഴിയുന്നു. ഈ 7 പെരുന്നാൾ കൂടാതെ പിന്നെയും പെരുന്നാളുകൾ വന്നിട്ടുണ്ട്. അവർ ആണ്ടിൽ 3 പ്രാവശ്യം തങ്ങളുടെ കൂടാരത്തിന് എഴുന്നേറ്റ് യെരൂശലേമിൽ പോയാണ് ഈ പെരുന്നാളുകൾ ഓടിച്ചുകൊണ്ടിരുന്നത്. അവർ ആ യാത്രയിൽ പോകുന്ന സമയത്ത് പല സങ്കീർത്തനങ്ങൾ പാടുമായിരുന്നു. അതിലെ ആ സങ്കീർത്തനമൊക്കെ കൊടുത്തിരിക്കുന്ന പേര് ആരോഹണ ഗീതം എന്നാണ്. അവരുടെ കൂടാരത്തിന് എഴുന്നേറ്റ് യെരൂശലേം ദേവാലയത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ അവർ പാടുന്ന പാട്ട് ആണ്. അതിലൊരു പാട്ടാണ്, അത് ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, ആരോഹണ ഗീതം, എനിക്ക് സഹായം ഇവിടെ നിന്ന് വരും. അവരവിടുന്നേ പാടിക്കൊണ്ടാണ് വരുന്നത് ആരോഹണ ഗീതം. തിരിച്ചു പോകുമ്പോഴും അവർ പാടും. അത് അവരോഹണ ഗീതം എന്നാണ് പറയുന്നത്. അതും നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാൻ തക്കണം കഴിയും. ആരോഹണ ഗീതം, അവരോഹണ ഗീതം, ഇതൊന്നും ആർക്കും നോക്കത്തില്ല. അത് എടുത്തങ്ങോട്ട് വായിക്കും. വായിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു വാക്യാണെങ്കിൽ, ഒരു അമ്മാമി നാളെടുത്ത് വാക്യം വായിച്ചപ്പോൾ
കിട്ടിയ വാക്യം, ദുഷ്ട, എന്റെ വചനം നിന്റെ വായിൽ ഉച്ചരിപ്പാൻ നിനക്ക് എന്ത് കാര്യം? അമ്മാമിക്ക് ദേഷ്യം വന്നു, അതൊക്കെ മടക്കി. പിന്നെ എടുക്കുന്നതല്ല, അതുകൊണ്ട് വീര, അത് നീ എന്തിന് വഞ്ചനയിൽ ഇഷ്ടപ്പെടുന്നു? അമ്മാമിക്ക് എന്ത് ദുഃഖം വന്നെന്നറിയാമോ? അമ്മാമയ്ക്ക് ഇഷ്ടപ്പെടുന്ന എന്താ? നമ്മളിങ്ങനെ ബൈബിൾ വായിക്കുന്നത് മുറക്കാരും വായിക്കത്തില്ല, ഇങ്ങനെ വെക്കുക, പരീക്ഷയ്ക്ക് പോകാൻ നേരത്ത് ഒരു വാക്യം എടുത്ത് വായിക്കുക. അപ്പോൾ നാൾ വായിച്ചപ്പോൾ മോള് വായിച്ചു, പരീക്ഷയ്ക്ക് പോവാ, അപ്പം കിട്ടുന്നത് യൂത കെട്ടിയാ നീ തന്ന. അയ്യോ, മോക്കെന്ത് വിഷമായി പോയെന്നറിയാമോ? പിന്നെ കണ്ണു തുറന്നൊരു വാക്യം എടുത്തപ്പോഴത്തേക്ക് പിന്നെ കിട്ടുന്നത് അറിയാമോ? നീയും അങ്ങനെ തന്നെ ചെയ്യുക. അയ്യോ, ആ മോക്ക് വലിയ സങ്കടമായി. പിന്നെ ബൈബിൾ തുറന്ന് കണ്ണടച്ചൊരു വാക്യം തുറന്നപ്പം അത് അപ്പോസ്തലരുടെ 22-ാം അധ്യായം 16 ഇനി താമസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ദൈവത്തിന്റെ വചനം ഇങ്ങനെ തുറന്നല്ല, മുറയ്ക്ക് വായിക്കണം, പഠിക്കണം. അത് ബൈബിൾ ക്ലാസ് ഒന്നും കേൾക്കാൻ നിൽക്കണം പലർക്കും താല്പര്യമൊന്നുമില്ല. അവരുടെ കാര്യം തിന്നുക, കുടിക്കുക, ആണ് നിൽക്കുക, നാളെ ചാകുമല്ലോ, ഈ നിലയിൽ നമ്മൾ പോകരുത്. ദൈവത്തിന്റെ വചനം പാടിക്കണം. ഞാൻ ഈ ബൈബിൾ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ ഇപ്പൊ ചെന്നൈയിൽ ഒരു ക്ലാസ് കഴിഞ്ഞാൽ കയറുന്നത്, എന്തോ ഒരു വെപ്രാളെന്നറിയോ? എല്ലാം ഒന്ന് ഒരുക്കണം, തയ്യാറാകണം, അത് കാപ്പി ഉണ്ടാക്കണം, കാപ്പി കുടിക്കണം, ഇങ്ങനെ ഒരുപാട് ബന്ധപ്പാടും പിന്നെ പ്രാർത്ഥന, ഇതെല്ലാം കൂടെ കഴിഞ്ഞ് പരവേശപ്പെട്ടാണ് ഇതിലേക്ക് ചെന്നൈയിൽ അങ്ങോട്ടൊക്കെ നിർത്തി. നമ്മുടെ 3 കൂട്ടരുണ്ടായിരുന്നു, പാട്ടുകാരെല്ലാം ആ ചെന്നൈയിലുണ്ടായിരുന്നു. അവരെല്ലാം അത് പാടുകയൊക്കെ ചെയ്തു. എന്നാ പാട്ടാന്നറിയാം? അയ്യോ, അവരുടെ പാട്ട് കേട്ടപ്പോൾ ഞാനങ്ങ് അളയിപ്പോയി. അപ്പൊ ഞാൻ പറഞ്ഞു താല്പര്യം ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കണം, പഠിക്കണം. ദൈവം അതിന് ചില മുത്തുകൾ നമുക്ക് പെറുക്കി തരാനൊക്കെ വേണ്ടിയായിത്തീരും. ഇപ്പൊ പത്രോസ് പ്രസംഗിക്കുകയാണ്, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അപ്പോഴത്തേക്ക് യഹൂദന്മാരാണ് കൂടുതൽ ഈ പെരുന്നാളിന് വന്നിരിക്കുന്നത്. അവർ യെരൂശലേമിൽ വന്നതാ. ദേവാലയത്തിൽ വന്നപ്പോഴാണ് ഒരു മുഴക്കം കേട്ടു. അത് മർക്കോസിന്റെ മാളിയിലായിരുന്നു. അത് മർക്കോസിന്റെ അമ്മയുടെ പേര് മറിയെന്നും അങ്കിളിന്റെ പേര് ബർന്നബാസും എന്നൊക്കെയാണ് നമുക്കറിയാവുന്നത്. അപ്പം ഈ മറിയയുടെ ഭവനം അതൊരു മാളിക മുറിയാണ്. മർക്കോസിന്റെ മാളിക മുറി പിന്നെ അറിയപ്പെടുന്നത്. അവിടെയാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി ഒന്നിച്ച് പെസഹ നടത്തുന്നത്. അവിടെ വെച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞത്. അത് മത്തായി, മർക്കോസ്, ലൂക്കോസ് ഒന്നും എഴുതാത്ത കുറെ അധ്യായങ്ങളാണ് യോഹന്നാന്റെ സുവിശേഷം 13 മുതൽ 17 വരെയുള്ള അധ്യായങ്ങൾ. എനിക്ക് വലിയ സന്തോഷം. ആ മാളിക മുറി വെച്ച് പറഞ്ഞതായ പ്രാർത്ഥനയും പഠിപ്പിച്ചതായ പ്രാർത്ഥനയും ആ മാളിക മുറി വെച്ച് കർത്താവ് പ്രാർത്ഥിച്ചതെല്ലാം നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നു. അതേ പത്രോസ് ഈ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് ജനം ആത്മാവിൽ നിറഞ്ഞ് സംസാരിക്കുകയാണ്. 14 ഭാഷക്കാർ വന്നിട്ടുണ്ട്. എല്ലാ യഹൂദന്മാരും ചതുരി പാർത്തവരെല്ലാം അവിടുത്തെ ഭാഷ പഠിച്ചു, എബ്രായ ഭാഷയും പഠിച്ചു. അപ്പം അവരെല്ലാവരും റോമിൽ നിന്നൊക്കെ വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരൊക്കെ വന്ന് നോക്കിയപ്പം അവര് പറയുന്നു, നാം ജനിച്ചു വളർന്ന നമ്മുടെ ഈ ഭാഷകളിൽ ഇവരെങ്ങനെയാ സംസാരിക്കുന്നത്? ഇവരെല്ലാം ഗലീലക്കാരാണല്ലോ, പഠിപ്പില്ലാത്തവരാണല്ലോ. ചിലർ പറഞ്ഞു അവർ കള്ളു പിടിച്ചിട്ടിരിക്കാന്ന് പറഞ്ഞു. അപ്പോഴാണ് പത്രോസും ചൂട് പിടിച്ചിട്ട് എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ വിചാരിച്ചതുപോലെ പകൽ 3 മണി നേരം ആയുള്ളൂ, ഇപ്പോഴല്ല കള്ളു കുടിക്കുന്നത്. അപ്പൊ അന്ന് അവർക്കൊരു സമയം ഉണ്ടായിരുന്നു കള്ളു കുടിക്കുന്നതിനൊക്കെ. അപ്പം ഇത് പകൽ 3 മണി നേരമേ ആയുള്ളൂ. ആരും വീഞ്ഞു കുടിച്ചിട്ട് അതേ ബഹളം ഉണ്ടാക്കുന്നതല്ല. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്താണ്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും എന്നങ്ങോട്ട് പറഞ്ഞ് പ്രസംഗിച്ചിങ്ങോട്ട് വന്ന സമയത്ത് എടുത്ത് ഉദ്ധരിച്ചൊരു വാചകമാണ് 16-ാം സങ്കീർത്തനത്തിൽ. കേട്ടോ, നിന്റെ സന്ധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്, നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്, നിന്റെ പരിശുദ്ധനെ പാതാളത്ത് വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയുമില്ല എന്ന് ദാവീദ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് സ്വർണ്ണഗീതമായി മാറിയത്. എനിക്ക് അവിടെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല. നമ്മുടെ ഡെഡ് ബോഡി കൊണ്ട് അടക്കി കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇങ്ങനെ പുഴുക്കളൊക്കെ നോക്കിയിരിക്കുകയാണ്, കയറാൻ തക്കൊണ്ടേ. എത്ര വലിയ വെട്ടിയാന്ന് പറഞ്ഞാലും അന്നേരം തന്നെ പുഴുക്കളൊക്കെ അവർക്കൊരു തീറ്റി കിട്ടുന്ന സന്ദർഭമാണ്. അപ്പം നമ്മുടെ ശരീരം എല്ലാം പുഴുവും തിന്ന് അത് അവസാനം എല്ലൊക്കെ ആയി തീർന്ന് ചതറിക്കിടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഒക്കെ ഒന്ന് ഓർത്ത് നോക്കിയാട്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം യോസഫ് സുഗന്ധവർഗങ്ങളിട്ട് കൊണ്ട് തന്റെ കല്ലറയിൽ തന്നെ അടക്കി. കേട്ടോ, ആ കല്ലറയ്ക്കൽ അവര് റോമൻ ഗവൺമെന്റ് കാത്തുകൊണ്ടിരുന്നു. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല. യേശു ക്രിസ്തുവിന്റെ ശരീരം ദ്രവത്വം കാണാത്തൊരു ശരീരമാണ്. അതെന്താ അതിന്റെ കാരണം? ദൈവം ഒരുക്കിയ ഒരു ശരീരമാണ്. നീ എനിക്കൊരു ശരീരം ഒരുക്കിയിരിക്കുന്നു. നമ്മൾ തിരുവചനം വായിച്ചു നോക്കാൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത് പലരും മനസ്സിലാക്കിയിട്ടില്ല.
നീ എനിക്ക് ഒരു ശരീരം ഒരുക്കിയിരിക്കുന്നു. ഇത് ഒരുക്കപ്പെട്ട ഒരു ശരീരമാണ്. ആദാമ്യ രക്തമല്ല യേശുവിന്റെ ശരീരത്തിൽ കൂടെ ഓടിക്കൊണ്ടിരുന്ന രക്തം. ആദാമ്യ രക്തമല്ല യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലുള്ള രക്തം. അതുകൊണ്ടാണ് ആ രക്തം പുണ്യാക രക്തത്തിന്റെ അരിക്കലല്ലയോ നിങ്ങൾ കണ്ടു വന്നത്. പാപം ഒഴികെ സകലത്തിനും പരീക്ഷിക്കപ്പെട്ട യേശു ക്രിസ്തു. പാപം മാത്രം യേശുവിന് എത്തേണ്ടിയില്ല. എന്നാൽ പല നിലയിലുള്ള പരീക്ഷകൾ തന്നെ കൊണ്ടുവന്ന് ഒടുക്കിക്കളവാൻ സാത്താൻ ശ്രമിച്ച സന്ദർഭങ്ങളുണ്ട്. പാപം ഒഴികെ സകലത്തിനും പരീക്ഷിക്കപ്പെട്ടവൻ. പാപം തന്നെ തീരിട്ടില്ല. ശമരിയക്കാത്ത സ്ത്രീയോടെ സംസാരത്തിൽ ആ കിട്ടിയൊരു ചാൻസില് ഇന്നത്തെ മഹാന്മാരാ വല്ലതും ആയിരുന്നെങ്കിൽ, അയ്യോ നീ കൂട്ടായിരിക്കുന്നല്ലോ, നീ കുട്ടനായിരിക്കുന്നല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് യേശു അവിടെ എന്തെങ്കിലും സംസാരിച്ചോ? യേശു സംസാരിച്ച സംസാരം എന്താ അറിയാമോ? ആ സ്ത്രീയും യേശു മാത്രമേ വിശ്വസിച്ചു. യേശു പറഞ്ഞ വാചകം, സ്ത്രീയെ എനിക്ക് വെള്ളം കുടിപ്പാൻ തരണം എന്ന് പറഞ്ഞ സമയത്ത് നീ യഹൂദനായിരിക്കേ. അപ്പൊ അവളെ യേശുവിനെ കണ്ട ഉടനെ യേശുവിനെ ഒരു പെന്തക്കോസുകാരനാണെന്ന് നമ്മുടെ പക്ഷേ പറഞ്ഞു, യഹൂദനാണെന്ന് മനസ്സിലായി. നീ യഹൂദനായിരിക്കേ, നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നില്ല, പിന്നെയും ദാഹിക്കും. ഉടനെ പറഞ്ഞപ്പം ശമരിയക്കാർ സ്ത്രീ പറഞ്ഞു, യജമാനെ അതേ ആദ്യം യഹൂദൻ എന്ന് പറഞ്ഞു, പിന്നെ പറയാണ് യജമാനെ ആ വെള്ളം എനിക്ക് തരണം. നമ്മുടെ സംസാരം, നമ്മുടെ ഇടപെടൽ, നമ്മുടെ രീതി കാണുമ്പോൾ നമ്മളെ ബഹുമാനിക്കത്തക്ക നിലയിൽ നമ്മുടെ ജീവിതം പരിപാവനമായി കാസൂക്ഷിപ്പാനുള്ള കടപ്പാട് നമുക്കെല്ലാവർക്കും ഉണ്ട്. യേശു ഒരു അസൽ പെന്തക്കോസ്തുകാരനാണ്. നമ്മുടെ ഭാഷയിൽ യഹൂദനാണ്. നീ യഹൂദനായിരിക്കേ, നീ യജമാനെ. അപ്പം പറഞ്ഞു, നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ടാന്ന് പറഞ്ഞു. ഭർത്താവ്, എനിക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞു. അപ്പം യേശു പറഞ്ഞു, നീ പറഞ്ഞെല്ലാം കറക്റ്റ്. പക്ഷെ 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ശമരിയക്കാരത്തിന്റെ ചരിത്രം മൊത്തം യേശുവിനെ വെളിപ്പെടുത്തി. നമ്മുടെ ജീവചരിത്രം മൊത്തം നമ്മുടെ യേശുവിന് അറിയാം കേട്ടോ. ശമരിയക്കാരത്തിന്റെ ചരിത്രം മൊത്തം അങ്ങോട്ട് വെളിപ്പെടുത്തി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു. നീ പറഞ്ഞു ശരിയാ, ഇപ്പൊ ഉള്ളവനെ ഭർത്താവല്ല, ഒരുത്തനെ അവൾ കണ്ണു വെച്ചിട്ടുണ്ട്, അപ്പൊ നിന്റെ ഭർത്താവല്ല. നീ പറഞ്ഞു ശരിയാ. അപ്പം ശമരിയക്കാർ സ്ത്രീ പറഞ്ഞ എന്താ അറിയാമോ? അയ്യോ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. പടിപടിയായി ഉയർത്തി. പിന്നെ അവൾ ആത്മീയം പറയാൻ തുടങ്ങി. ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിക്കുന്നത്, സ്ത്രീയെ ഈ മലയിലല്ല ആ മലയിലും അല്ല. സത്യതാമസ്കാരികൾ അവനെ ആത്മാവിന്റെ സത്യത്തിനും ആരംഭിക്കണം. അപ്പൊ സ്ത്രീ പറഞ്ഞു, ഞങ്ങൾ മശിഹായ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. യേശു പറഞ്ഞു, സ്ത്രീയെ നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. അവൾ മശിഹായെ കണ്ടു. 1 യഹൂദൻ, 2 യജമാനൻ, 3 അതേ പ്രവാചകൻ, 4 മശിഹ. അവൾ ഓടിപ്പോയി ശമരിയ പട്ടണത്തെ ആൾക്കാരെ എല്ലാം വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ മശിഹായെ കണ്ടെത്തി. ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഒരു സുവിശേഷ വേലക്കാരനെ വാർത്തെടുക്കാനിടയാകണം. നമ്മുടെ സംസാരം കൊണ്ട് ഒരു ജീവിതത്തെ രക്ഷയുടെ കൊണ്ടുവരാനിടയാകണം. നമ്മുടെ സംസാരം കൊണ്ട് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മ സ്നാനത്തിലേക്ക് നയിപ്പാൻ തക്കനിടയാകണം. നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല. യേശുവിന്റെ ശരീരം ദ്രവത്വം കാണാത്ത ഒരു ശരീരമായിരുന്നു. അതുകൊണ്ടാണ് ഇബ്രാഹിം 9:11 മുതൽ വായിക്കുന്നത്, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്ത എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരം. യേശുവിന്റെ ശരീരം ആദാമ്യ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതായിരുന്നില്ല. ദൈവം പ്രത്യേകം ഒരുക്കിയ ശരീരമാണ്. 16-ാം സങ്കീർത്തനത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയാണ് യേശുവിനെ ആദ്യം കണ്ടത്. അവൾ കല്ലറയ്ക്കൽ കടന്നു ചെന്നപ്പോൾ കല്ലറ ഒഴിഞ്ഞു കിടക്കുന്നു. നോക്കിയപ്പം യേശുവിനെ ചുറ്റിയ ശീലകളിൽ അവിടെ ചുറ്റിയും വെച്ചിട്ടുണ്ട്. യേശു അതെല്ലാം അവിടെ ചുറ്റി വെച്ചിട്ട് യേശു ഉയർത്തെഴുന്നേറ്റ് അതേ മഹത്വപൂർണ്ണ ശരീരത്തോടുകൂടി വെളിയിൽ വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിന്റെ പരിശുദ്ധൻ യേശുവിന്റെ ശരീരം ദ്രവത്വം കാണാത്ത ഒരു ശരീരമായിരുന്നു. അതുകൊണ്ടാണ് ഈ 16-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അതിനെക്കുറിച്ച് പറയുമ്പോൾ അത് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു മശീഹ സങ്കീർത്തനമാണ്. പത്രോസിന്റെ പ്രസംഗത്തിൽ മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസും പറഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 13:35 മുതൽ വായിച്ച ശാന്തമേ. മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ നീ വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയുന്നു. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ ദ്രവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളോട് പാപമോചനം അറിയിക്കുന്നുവെന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നുവെന്നും നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ. ഞാൻ ഇത്രയും നേരം പറഞ്ഞ പ്രബോധനത്തിന്റെ എല്ലാ ചുരുക്കമായി ഇതിനകത്തുണ്ട്. ദാവീദ് ഇവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കത്തില്ല. രാജാവായിരുന്ന ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു, അവന്റെ ശരീരം ദ്രവത്വം കണ്ടു. ഞാൻ പറഞ്ഞ വാക്കുകള് നിങ്ങൾക്ക് സംശയമുണ്ടോ? പൗലോസ് പ്രസംഗിക്കുകയാണ്. പൗലോസ് 1-ാം മിഷണറി യാത്രയിൽ പൗലോസും ബർന്നാവാസും കൂടെ യാത്ര ചെയ്ത് പോകുന്ന സന്ദർഭത്തിൽ ശബത്തിൽ അവർ പള്ളിയിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു, എന്തെങ്കിലും പ്രബോധനം ഉണ്ടെങ്കിൽ സംസാരിക്കാൻ പറഞ്ഞു. അപ്പൊ പൗലോസ് എഴുന്നേറ്റ് ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് പറഞ്ഞ് ആരംഭിച്ച ഒരു പ്രസംഗമാണ് അവിടെ കാണാൻ കൊണ്ട് കഴിയുന്നത്. ആ പള്ളിയിലുള്ള എല്ലാവർക്കും ആ പ്രസംഗം വളരെ ഇഷ്ടപ്പെട്ടു. ചില പള്ളി ചെന്നപ്പോൾ മുന്തി പുറത്താക്കിയിട്ടുണ്ട്. എന്നാൽ ഈ സിനഗോഗിൽ കടന്നു ചെന്നപ്പോൾ ഇവരങ്ങോട്ട് പ്രസംഗിച്ച സന്ദർഭത്തിൽ 16-ാം സങ്കീർത്തനത്തിൽ നിന്ന് എടുത്ത് ഉദ്ധരിച്ച് വായിച്ച ഒരു വാക്യമാണ്, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കയില്ല എന്ന് ദാവീദ് എഴുതിയിരിക്കുന്നല്ലോ. ഈ സങ്കീർത്തനം എഴുതിയ ദാവീദ് മരിച്ചു, അടക്കപ്പെട്ടു, അവന്റെ ശരീരം ദ്രവത്വം കണ്ടു. എന്നാൽ യേശുവിന്റെ ശരീരം ദ്രവത്വം കണ്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഈ 16-ാം സങ്കീർത്തനം സ്വർണഗീതമായി മാറുവാൻ തക്കണം ഇടയായി തീർന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ സങ്കീർത്തനത്തിൽ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഇതൊരു പ്രാർത്ഥനയാണ്. ദൈവമേ, നീ എന്നെ കാത്തുകൊള്ളണമേ. നമ്മുടെ ജീവിതത്തിൽ അത് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വാക്കാണല്ലോ, കർത്താവേ കാത്തുകൊള്ളണമേ. ചിലതൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് വീടിൻ്റെ അകത്ത് നിക്ഷേപങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇറങ്ങാൻ നേരത്ത് എപ്പോഴും തങ്ങളുടെ മനസ്സ് ആ അലമാരിയിലായിരിക്കും ഇരിക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് കെട്ടുകണക്കിന് അത് നോട്ടൊക്കെ ഉണ്ട്, സ്വരൂപിച്ച് വെച്ചിട്ടുണ്ട്, സ്വർണ്ണമൊക്കെ ഉണ്ട്. അപ്പൊ എപ്പോഴും അവിടെ നിന്റെ നിക്ഷേപം ഇരിക്കുന്നു, നിന്റെ മനസ്സിരിക്കുന്നു പറഞ്ഞാൽ ശരിയാ. നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ ഇറങ്ങാൻ നേരത്ത് പറയും, കർത്താവേ അലമാരി കാത്തുകൊള്ളണമേ, വീട് കാത്തുകൊള്ളണമേ. നോക്കണമേ, ദൈവത്തിന് കൊടുക്കുന്ന ജോലി കണ്ടോണം നമ്മുടെ ആൾക്കാരെ. അത് ദൈവം അതിനു വേണ്ടി അങ്ങ് ഇരിക്കുകയാണ്. ഇവന്റെ സ്വർണം നോക്കാനും ഇവന്റെ അലമാരിയിരിക്കുന്ന പൈസ നോക്കാനും ഇതെല്ലാം. അത് കാത്തുകൊള്ളണമേ, ഇത് കാത്തുകൊള്ളണമേ. അത് എന്നിട്ട് രക്തവളപ്പിൽ അത് വീടിനെ അങ്ങ് കാക്കും, രക്തവളപ്പിൽ അത് വളയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? അതൊക്കെ നമ്മുടെ ആ പ്രാർത്ഥന ദൈവത്തിന് എത്രമാത്രം പ്രസാദം വരും എന്നറിയത്തില്ല. ഒരാവശ്യം വരുമ്പോൾ മാത്രമേ ദൈവത്തെ അന്വേഷിക്കത്തുള്ളൂ. അല്ലാത്ത സമയത്ത് നല്ല ബിരിയാണി ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്തോത്രം പോലും പറയാതിരിക്കുന്ന പ്രിയപ്പെട്ടില്ലേ? കിട്ടുക, കഴിക്കുക, അത് എന്നിട്ട് പിന്നെ ദഹനക്കേട് ഉണ്ടാകുക, പിന്നെ പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം എന്താണെന്നറിയാമോ? ഒരിക്കൽ സായിപ്പ് ഒരു മാസയോഗത്തിന്, നമ്മുടെ മാസയോഗത്തുണ്ട് നാട്ടിലെ, ഞാനുള്ള സമയത്താണ്. അപ്പൊ ഒരാളുടെ മുമ്പിൽ വിളമ്പി വെച്ചിരിക്കുന്ന ചോറ് കണ്ടപ്പോൾ സായിപ്പ് ചോദിച്ചു, അത് ഒരാൾ കഴിക്കാനുള്ളതാണോ 5 പേര് കഴിക്കാനുള്ളതാണോ? അപ്പൊ കൂടെ ഇരുന്ന പാസ്റ്റർ പറഞ്ഞു, അത് ഒരാൾ കഴിക്കണം. അപ്പൊ പുള്ളിക്ക് സായിപ്പിന് വിശ്വസിക്കാൻ ഒക്കുന്നില്ല. സത്യം പറ, അത് ഒരാൾക്ക് വേണ്ടിയുള്ളതാണോ 5 പേർക്കുള്ളതാണോ? ഭക്ഷണം കാണുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർക്ക് വളരെ, നമ്മുടെ ആൾക്കാർ, ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത് കേട്ടോ, ഈ അമേരിക്കയിലൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യം പറയുന്നത്, എന്നെ അവർ തല്ലിക്കൊല്ലായിരുന്നാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെല്ലാത്തിനും അത് ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തണം, ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇവിടെ വായിക്കുന്നു, എങ്ങനെയാ കാത്തുകൊള്ളണമെന്ന് പറഞ്ഞറിയാമോ? ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ നിന്നെ കാത്തുകൊള്ളണമേ. ദൈവത്തിൽ ശരണം പ്രാപിക്കാതെ, ദൈവം എല്ലാത്തിനും എല്ലാം എന്ന് പറയാതെ എങ്ങനെ കാത്തുകൊള്ളണമേ എന്ന് പറയുന്നത്? ആവശ്യം വരുമ്പോഴത്തേക്ക് ദൈവത്തെ വിളിക്കുക. ദാവീദ് പറഞ്ഞത്, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു. ദൈവത്തെ ആദ്യമേ ശരണമാക്കണം. ദൈവമാണ് എല്ലാത്തിനും എല്ലാം. എൻ്റെ കുടുംബത്തിന്റെ നായകൻ, എന്നെ നടത്തുന്നവൻ, എൻ്റെ കുഞ്ഞുങ്ങളെ നടത്തുന്നവൻ, എന്നെ മാനിക്കുന്നവൻ, എന്നെ ഉയർത്തുന്നവൻ. എപ്പോഴും ദൈവത്തിൽ ആദ്യമേ ശരണം പ്രാപിക്കണം കേട്ടോ, ശരണം പ്രാപിക്കണം. ആ പ്രാർത്ഥനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്. അപ്പൊ ദൈവമായിട്ട് യാതൊരു ബന്ധവുമില്ല, പ്രാർത്ഥിക്കത്തില്ല, സ്തോത്രം ചെയ്യത്തില്ല, ദൈവത്തോട് അടുത്ത് ചെല്ലത്തില്ല, അല്ലാതെ ഇരുന്നോട്ടങ്ങ് പ്രാർത്ഥിക്കും കാത്തുകൊള്ളണമേ. അല്ല, ആദ്യമേ 1-ാം ക്ലാസ്സിലേക്ക് കടന്നു വരണം, 1-ാം പാഠത്തിലേക്ക്. ദൈവത്തിൽ ശരണം പ്രാപിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നെക്കുറിച്ചുള്ള ഒരു ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. സങ്കീർത്തനക്കാരൻ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ച് നിർത്തുകയല്ല, പടിപടിയായിട്ട് പ്രാർത്ഥിക്കുന്ന 5 കൂട്ടം കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കാൻ തക്കൊണ്ട് പോവുകയാണ്. നമുക്ക് ഇയ്യോബിന്റെ അതേ 2-ാം അധ്യായം 10-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ഇയ്യോബിന്റെ പുസ്തകം 2. നീ അവന് ചുറ്റും വേലി കെട്ടി കാത്തിരിക്കുന്നു. വായിക്കുന്നില്ലേ? നീ അവന് ചുറ്റും വേലി കെട്ടി. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 11-ാമത്തെ വാക്യമാണോ പിന്നെ ലിജി? ഏതെങ്കിലും ആട്ടെ, 2-ാം അധ്യായത്തിലുണ്ട് കേട്ടോ. അതേ, നീ അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ സാത്താനും കടന്നു ചെന്നു. ദൈവമക്കൾ ആരാധിക്കുന്ന സ്ഥലത്തേക്ക് അവനും വന്നിരിക്കുകയാണ്.
ഒന്ന് ദൈവം കയറി ഇടപെട്ടു. നീ യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? എടുത്തോ വാക്യം. വീണ എടുത്തോ? അയ്യോ. ശാന്തമ്മ എടുത്തോ? ഇല്ല. ഞാൻ പറയുന്ന എല്ലാം ശരിയാണെന്ന് അവർക്കറിയാം, അതുകൊണ്ടാണ് അവരെടുക്കാത്തത്. അപ്പോ നീ അവന് ചുറ്റും, കാരണം പാസ്റ്റർ ആൻഡ്രൂസ് ഒരിക്കലും കള്ളം പറയത്തില്ല, ഉള്ളതേ പറയത്തുള്ളൂ. അവർക്ക് സഹോദരിമാർക്ക് എന്തൊരു വിശ്വാസം എന്നറിയാൻ തന്നെ. അതുകൊണ്ടാണ് അവർ വാക്യം ബൈബിൾ തുറക്കാതിരിക്കുന്നത്. നീ അവന് ചുറ്റും വേലി കെട്ടിരിക്കുന്നു. പ്രൈസറോ, അത് 1-ാം അധ്യായത്തിലാണ് എനിക്ക് തോന്നുന്നത്. 1-ാം അധ്യായം 2-ാം അധ്യായത്തിൽ നീ അവന് ചുറ്റും വേലി കെട്ടിരിക്കുന്നു. ഈ വേലി ഉണ്ടല്ലോ, അയ്യോ പറഞ്ഞില്ല. നിങ്ങൾ ആലോചിക്കണം, അയ്യോ പറഞ്ഞില്ല. ദൈവം ഒരു ഭക്തന്റെ ചുറ്റും വേലി കെട്ടിരിക്കുക. സാത്താൻ ഇത് കയറി കണ്ടുപിടിച്ചു. സാത്താൻ കുറച്ചു ദിവസം കൊണ്ടായിട്ട് ഇങ്ങനെ ഉന്നം വെച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് ഈ വേലി കാരണം കൊണ്ട് അകത്തോട്ട് കയറാൻ ഒക്കുന്നില്ല. നീ അവന് ചുറ്റും വേലി കെട്ടിരിക്കുന്നു. വെറുതെയാണോ അവൻ നിന്നെ സേവിക്കുന്നത്? വെറുതെയാണോ അവൻ നിന്റെ ഭക്തി മുറുകെ പിടിച്ചിരിക്കുന്നത്? ഇതുപോലെ വേലി കെട്ടിരിക്കുന്ന ഒരു ഭക്തന്റെ ജീവിതം അത്ര മനോഹരമാണ്. മരുഭൂമി വാസമോ ഭക്തർക്കെന്താനന്ദം, മരുഭൂമി വാസമോ ഭക്തർക്കെന്താനന്ദം. ഒരു ദൈവത്തിന്റെ പൈതൽ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവം അവന് ചുറ്റും വേലി കെട്ടി കാക്കുന്ന ദൈവത്തിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതേ ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം കേട്ടോ. നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിട്ടില്ലയോ? 1-ാം അധ്യായം 10-ാം വാക്യം. നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. ശീമോൻ പത്രോസിനെ പാറ്റാൻ തക്കവണ്ണം സാത്താന് പ്ലാൻ ചെയ്തു വന്നു. പക്ഷേ പുള്ളിക്ക് തൊടാൻ ഒക്കത്തില്ല ശീമോൻ പത്രോസിനെ. അപ്പോ ഈ സാത്താൻ ഒരു ആപ്ലിക്കേഷൻ പൂരിപ്പിച്ച് യേശുവിന്റെ എനിക്ക് കൊണ്ടു കൊടുത്തു. ശീമോൻ പത്രോസിനെ ഒന്ന് പാറ്റാൻ തക്കണം, എനിക്കൊന്ന് തരണം, ഒന്ന് കൈകാര്യം ചെയ്യാൻ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുവരുന്നു. പക്ഷെ യേശു അനുവദിച്ചില്ല. അപ്പം യേശു പറഞ്ഞു, ശീമോനെ ശീമോനെ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം വായിച്ചു നോക്കണം. ശീമോനെ ശീമോനെ, സാത്താൻ നിന്നെ പാതിരുപോലെ പാറ്റേണ്ടതിന് പലവട്ടം എന്നോട് അനുവാദം ചോദിച്ചു. പുള്ളി ഒന്നിൽ തോറ്റില്ല, പിന്നെയും ആപ്ലിക്കേഷൻ കിട്ടിയതുകൊണ്ട് പോവുക. പലവട്ടം എന്നോട് അനുവാദം ചോദിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം പോയി പോകാതിരിപ്പാൻ ഞാൻ നിനക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിച്ചു. സാത്താനോട് അപേക്ഷിച്ചെന്നല്ല, പിതാവിനോട്. കാരണം യേശു പൂർണ്ണ മനുഷ്യനായിട്ട് വന്നിരിക്കുകയാണ്. യേശു ദൈവവും മനുഷ്യനുമാണ്. പിതാവിനോട് അപേക്ഷിച്ചു. ചിലർ പറയും സാത്താനോട് അപേക്ഷിച്ചെന്നൊക്കെ ഇന്നാളൊരു അമ്മാമ്മ പറഞ്ഞു. സാത്താനോടല്ല, പിതാവിനോട് അപേക്ഷിച്ചു. സാത്താനെ കാൽവരി കുറിച്ചിട്ട് ചാപിട്ടി അവന്റെ പല്ലെല്ലാം തകർത്ത ജയാളിയായ കർത്താവ് എന്തിനാ സാത്താൻ യേശുവിന്റെ പേര് കേൾക്കുമ്പോൾ കിരീട വിറയ്ക്കുന്ന ആ യേശുവിനോട് സാത്താനോടല്ല ചോദിച്ചത്, എന്റെ പിതാവിനോട് അപേക്ഷിച്ചു നിന്റെ വിശ്വാസം പോയി പാതിരിപ്പാൻ. ഇന്ന് രാത്രികാലം നമ്മളെയൊക്കെ മുറത്തിടുന്ന പാറ്റാമെങ്കിൽ പിന്നെ കാണാം, യോഗത്തിനും വരത്തില്ല. പ്ലാറ്റ്ഫോമിൽ നമ്മുടെ സജീപാഷാണെങ്കിൽ അവിടെ കുത്തിയിരുന്നോണ്ട് ആൾക്കാരെ വിളിക്കുക, കയറെന്ന് പറഞ്ഞു. എത്ര നിർബന്ധിച്ച് ഇന്ന് രാത്രികാലം ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് എനിക്കറിയാവൂ. അദ്ദേഹത്തിന് തീക്ഷ്ണത എനിക്കറിയാം. യോഗം തുടങ്ങി കയറ് അതിന്റെ മീറ്റിംഗ് സ്റ്റാർട്ടഡ് ഇങ്ങനൊക്കെ എത്ര പറഞ്ഞാലും നമ്മുടെ ആൾക്കാർക്ക് അത് ഇതൊരു വിഷയമല്ല. എന്നാൽ ഒന്ന് ഡോക്ടറെ ഒരിക്കൽ പോയിട്ട് അത് നിന്റെ കിഡ്നിക്ക് അപ്പം പ്രോബ്ലം ഉണ്ടെന്നൊന്നും പറയുന്നത് കേട്ടാട്ട് ഉടനെ സജിപ്പാസ് വിളിക്കും, പാസ്റ്റേ പ്രാർത്ഥിക്കണം. പിന്നെ പുള്ളി പ്ലാറ്റ്ഫോമേന്ന് മാറത്തില്ല. അതാണ് ദൈവം ഒന്ന് തൊട്ട് കഴിയുമ്പോഴല്ലോ, എവിടെങ്കിലും കയറും തൊട്ട് കഴിയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വരാതിരിക്കുന്നവരെല്ലാം ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, എന്നെ വിടുവിക്കണമേ. ദൈവമക്കളെ, ഇത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെയാണ് നമ്മൾ ദൈവത്തെ ശരണം പ്രാപിക്കുന്നത്. ഇത് ഉണ്ടായിക്കഴിഞ്ഞല്ല പ്രാപിക്കേണ്ടത്, ഇത് ഉണ്ടാകാതിരിക്കാൻ തക്കമാണ് നമ്മൾ അത് ദൈവത്തെ ശരണം പ്രാപിക്കേണ്ടത്. ദൈവമേ, ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ നീ എന്നെ കാത്തുകൊള്ളണമേ. ഈ സങ്കീർത്തനത്തില് ഒന്നാമത് അവൻ ദൈവത്തെ ശരണമാക്കി. രണ്ടാമത് ദാവീദിന്റെ താഴ്മ 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതേ, നീ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. അപ്പോൾ ദൈവത്തിന്റെ മറുപടിയാണ്, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ സങ്കീർത്തനക്കാരന്റെ വേർപാട് കാണുവാൻ കഴിയും. 5-6 വാക്യങ്ങൾ സങ്കീർത്തനക്കാരന്റെ ഒരു സംതൃപ്തി നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയും. 7-ാമത്തെ വാക്യത്തിൽ അവൻ ദൈവത്തെ ആരാധിക്കുന്നു. 6-ാമത്തെ വാക്യത്തിൽ ഭയമില്ലാതെ ഞാൻ നിർഭയമായി വസിക്കുന്നു. 7-ാമത്തെ വാക്യത്തിൽ അവസാനം മഹത്വീകരിക്കുന്നു. സന്തോഷത്തിന്റെ പരിപൂർണത നിന്റെ പക്കലുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനക്കാരൻ. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇനി അടുത്തതായിട്ട് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത് 17-ാം സങ്കീർത്തനം
8ാമത്തെ വാക്യം വായിച്ചാൽ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കേണമേ. എന്നെ കൊള്ളയിടുന്ന ദുഷ്ടന്മാരും എന്നെ ചുറ്റി വളയുന്ന പ്രാണശത്രുക്കളും എന്നെ പിടിക്കാതെ വെണ്ണം എന്നെ ചിറകിന്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ. 2ാമത്തെ പ്രാർത്ഥന. സങ്കീർത്തനക്കാരൻ ഇത് തന്നെയാ പ്രാർത്ഥിക്കുന്നത്. നമ്മൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കത്തില്ല, എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. ഇന്നാളൊരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു സഹോദരി, എന്റെ ഹൃദയം ഞാൻ കർത്താവിൻ്റെ മുന്നിൽ കൊടുത്തിരിക്കുന്നു. അപ്പൊ ഹൃദയം കർത്താവിൻ്റെ ഇല്ല, പുള്ളിക്കാരത്തി പിന്നെ തോന്നുന്ന പോലെ. അങ്ങനെയല്ല, ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയം നീ എന്നെ കാത്തുകൊള്ളണമേ. ഇതുപോലെ വളരെ സമർപ്പണം, ഹൃദയം എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ, പിന്നെ തോന്നുന്ന പോലെ അടക്കി. അപ്പൊ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ആ വിഷയം വെച്ച് തന്നെയാണ് ഇനി എന്നെ എങ്ങനെ കാക്കേണ്ടത്? കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. നമ്മുടെ കണ്ണിന്റെ കൃഷ്ണമണി, നമ്മള് അത് കാക്കാൻ തക്കൊന്നും നമ്മുടെ പിരിയൊക്കെ എത്ര ഭംഗിയായിട്ടാണ് കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നത് നോക്കണം. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. എനിക്ക് ആ പ്രാർത്ഥന സങ്കീർത്തനക്കാരൻ തുടരെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് 836 പ്രാവശ്യം ഈ ദാവീദിനെ കുറിച്ച് വേദോസത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ബൈബിൾ അവസാനിപ്പിച്ചിരിക്കുന്നത് തന്നെ ദാവീദിന്റെ വേരുമായവെന്ന് പറഞ്ഞാണ് കർത്താവ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ദാവീദിനെ നമ്മൾ വലുതാണെങ്കിൽ നമ്മുടെ സഭയിലൊന്നും കൂട്ടാനും പോകുന്നില്ല. ദുബൈ വന്നാല് ഒരു സാക്ഷ്യത്തിന് സമയം പോലും കൊടുക്കത്തില്ല. അന്നേരം പറയും, പുള്ളി ആ മാളികയുടെ മുകളിൽ കൂടെ നടന്നപ്പം അത് ഒരു പെണ്ണ് കുളിക്കുന്ന കണ്ട് നോക്കി നിന്ന് അവനെ അടുപ്പിക്കരുത്, ഈ യോഗത്തിന് കയറ്റരുത്. ചിലരൊക്കെ പറയും, ഞാൻ അവന് ക്ഷയിക്കാൻ പോലും കൊടുക്കത്തില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദാവീദിനോട് ദൈവം ഇത്രേ കൊലപാതകം വരെ ചെയ്യുന്ന എന്തെല്ലാം സൂത്രം കാണിച്ചതാണ്. അപ്പൊ ദൈവം പറയാ, എന്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ്, ഞാൻ ദാവീദിന്റെ സിംഹാസനത്തിലാകെ ഇരിക്കാൻ പോകുന്നത്, ഞാൻ ദാവീദിന്റെ വേരാണ്. ഈ വേദവസ്തു അവസാനിപ്പിച്ചിരിക്കുന്ന തന്നെ ദാവീദിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പുള്ളിയുടെ പ്രാർത്ഥന കണ്ടോ, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ, 2 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ അത് എബ്ബേസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ 5 കൂട്ടം കാര്യം പ്രാർത്ഥിച്ചില്ലേ? നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണമേ, എന്റെ അതിരൊന്ന് വിശാലപ്പെടുത്തണമേ, നിന്റെ കൈ എന്നോട് കൂടി ഇരിക്കണമേ, അനർത്ഥം എനിക്ക് വ്യസന കാരണമാകരുത്. 5-ാമതാൻ പ്രാർത്ഥിച്ചത് എന്നെ കാത്തുകൊള്ളണമേ, എന്നെ കാത്തുകൊള്ളണമേ. ആ പ്രാർത്ഥന വെള്ളി നക്ഷത്രം പോലെ ശോഭിക്കുന്ന ഒരു പ്രാർത്ഥന. ജന്മ പട്ടികളെല്ലാം കിടക്കുന്നതിന്റെ ഇടയ്ക്ക് കൊണ്ടിട്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന. മുകളിലും താഴെ നിന്ന് ഒന്നും കിട്ടാനില്ല. ഇന്നാരെ ജനിപ്പിച്ചാൽ ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇത് വായിച്ചു വരുമ്പം അത് ഞാൻ എന്നാ വേണം? കാരണം ഇന്നാരെ ജനിപ്പിച്ചു, ഒന്നും വായിച്ചാൽ നമുക്ക് കിട്ടത്തില്ല. എന്റെ ചെറിയ പ്രായത്തിന് ഇത് വായിച്ചിട്ട് ഞാൻ അങ്ങ് മടക്കി കളി. അത് ഇന്നാരെ അത് ഞാൻ എന്നാ വേണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ദേഷ്യം വന്നിട്ട്. ഒരു ദിവസം പ്രാർത്ഥിച്ചു വന്നപ്പോഴാണ് എബ്ബേസിന്റെ പ്രാർത്ഥന 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതേ, അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് നിശ്ചയമായി എന്നെ അനുഗ്രഹിക്കണമേ, എന്റെ അതിരൊന്ന് വിശാലപ്പെടുത്തണമേ, നിന്റെ കൈ എന്നോടുകൂടി ഇരിക്കണമേ, അനർത്ഥം എനിക്ക് വ്യസനത്തിന് കാരണമാകില്ലേ. 5-ാമത്തെ പ്രാർത്ഥന, എന്നെ കാത്തുകൊള്ളണമേ. അവൻ പ്രാർത്ഥിച്ചതിനെല്ലാം ദൈവം അവന് നൽകി. ദൈവം കാക്കുന്നില്ലെങ്കിൽ കാക്കപ്പെടുകയില്ല. ദൈവത്തിന്റെ പൈതലേ, ദൈവം നമ്മളെ സൂക്ഷിക്കപ്പെടത്തില്ല. നിന്റെ കാൽ വഴുതുവാൻ നമ്മൾ സമ്മതിക്കുകയില്ല. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുമില്ല, ഉറങ്ങുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ വലത്തുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിൽ രാത്രി ചന്ദ്രനെങ്കിൽ നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. ഒരു രാജാവിനെ പ്രജകൾ കാക്കുന്ന പോലെ, എന്റെ പോയിന്റ് ശ്രദ്ധിക്കണം, ഒരു രാജാവിനെ പ്രജകൾ എങ്ങനെയാ കാക്കുന്നത്? അതുപോലെ എന്നെ കാക്കണമേ. അതുപോലെ തന്നെ ഒരു ഇടയൻ തന്റെ ആടുകളെ പാലിക്കുന്ന പോലെ, ഇടയൻ ആടുകളെ എങ്ങനെയാ പാലിക്കുന്നത്? സ്വന്തം ആടുകളാണെങ്കിൽ ജീവൻ കൊടുത്തു കളയും. കൂലിക്ക് നിൽക്കുന്നതാണെങ്കിൽ കൊണ്ടുപോട്ടെന്ന് വെക്കും. ഇന്ന് പലരും കൂലിക്കാരായിട്ടുള്ള ഇടയന്മാരുണ്ട്. ചിലതൊക്കെ അത് എനിക്ക് ഈ ആൾക്കാർക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ എടുക്കുന്ന കാര്യത്തിലൊക്കെ അല്പം ചിലപ്പോൾ ട്രാൻസ്ഫർ നടത്തി നോക്കത്തുള്ളൂ. കാരണം അതുപോലെ അതിനോടൊക്കെ അല്പമായ അത് 3 വർഷത്തേക്ക് ഒരു സഭയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അദ്ദേഹത്തിന് എന്താ അറിയാമോ? 3 വർഷം പ്രശ്നമൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ പോവുക. എല്ലാം യേസ്, അമ്മാമ പറയുന്നു യേസ്, അച്ചായം പറയുന്നു യേസ്, ആരെയും പടക്കാതെ ഇങ്ങനെ കൊണ്ടുപോകാം. ഒരു ഉത്തരവാദിത്വമൊന്നുമില്ല. ഇവരെ എങ്ങനെയെങ്കിലും അത് ആരും നഷ്ടപ്പെടാതെ 3 വർഷം കൊണ്ട് നോക്കണം. അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നാലും അതിനെക്കുറിച്ച് പ്രതിദോഷിക്കുകയില്ല. സാരമില്ല.
അതെ, ഇങ്ങനെ ആ 3 വർഷം എങ്ങനെ തയ്ക്കണം, ആ ശമ്പളം മേടിച്ചുകൊണ്ട് പോകണം. അത് കൂലിക്ക് നിൽക്കുന്ന ഒരു വിധം പോലെയാ. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ട്രാൻസ്ഫർ സംഭവം ലഭിച്ചിട്ടുണ്ട്, ഞാൻ ഇല്ലെന്നല്ല പറയുന്നത്. എന്നാൽ ദാവീദ് ഒരു ഇടയനായിരുന്നു, അവന്റെ സ്വന്തം ആടുകളാണ്. ആടുകളെ പരിപാലിച്ചപ്പോൾ ഒരു ദിവസം സിംഹം കയറി ഒരു ആടിനെ പിടിച്ചു. ഉത്തരവാദിത്തമുള്ള സ്വന്തം ആടായതുകൊണ്ട് എന്താ ചെയ്യുന്നറിയാമോ? ആ സിംഹത്തിന്റെ വായിൽ ആട്ടുമുട്ടിയെ വിടുവിച്ചു. വിടുവിക്കുക മാത്രമല്ല, ആട്ടുമുട്ടിയെ പിടിച്ച സിംഹത്തെ അടിച്ചു കൊന്നു കളഞ്ഞു. അതുപോലെ കരടി. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്, ഞാൻ നല്ല ഇടയനാകുന്നു. വായിച്ചാട്ടെ, യോഹന്നാൻ 10:11 വായിച്ചത്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. നല്ല ഇടയന്റെ ചുമതല എന്ന് പറഞ്ഞാൽ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. നമ്മുടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നല്ല ഇടയൻ, നല്ല ഇടയൻ, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കും. യേശു ക്രിസ്തുവിനെ കുറിച്ച് വലിയ ഇടയൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എബ്രായർ 13:20 വായിച്ചേ. എബ്രായർ അത് അൺമ്യൂട്ട് ചെയ്യാൻ സാന്തമേ. എബ്രായർ 13:20. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവൻ എന്നേക്കും മഹത്വമാണ്. ആ ആടുകളുടെ വലിയ ഇടയൻ. 1 പത്രോസ് 5:4 വായിക്കണേ. ഇവിടെ വായിക്കുന്നത് നല്ല ഇടയൻ എന്നുള്ള നിലയിൽ രുചി എടുത്തു വെച്ചേക്കണം. 1 പത്രോസ് 5:4. നല്ല ഇടയൻ എന്നുള്ള നിലയിൽ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന കർത്താവ്. എബ്രായർ 13:20 വായിക്കുന്ന വലിയ ഇടയൻ നമ്മുടെ കർത്താവ്. വലിയ ഇടയൻ എന്നുള്ള നിലയിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. 1 പത്രോസ് 5:4 വായിച്ചേ. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇടയ ശ്രേഷ്ഠൻ, ശ്രേഷ്ഠ ഇടയൻ എന്നുള്ള നിലയിൽ കർത്താവ് വീണ്ടും വരും. ആ ഇടയന്റെ പ്രത്യേകത നമ്മൾ കണ്ടോ? ദൈവത്തിന് സ്തോത്രം. പരിപാലിക്കുന്നവരായിരിക്കണം നല്ല ഇടയൻ. അതേ, ആടുകളെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുന്നു. ഒരു രാജാവിനെ പ്രജകൾ കാക്കുന്ന പോലെ, ഒരാട്ടിൻകൂട്ടത്തെ ഇടയൻ കാക്കുന്ന പോലെ. സങ്കീർത്തനക്കാരൻ പറയാണ്, എന്നെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കുമാറാകണമേ. 25-ാം സങ്കീർത്തനം 20-ാമത്തെ വാക്യം വായിക്കാം. 23-ാമത്തെ. വിടുവിക്കണമേ, നിന്നെ ശരണമാക്കിയിരിക്കാൻ ഞാൻ ലജ്ജിച്ചു പോകരുതേ. മോളെ ഒന്നുകൂടെ വായിച്ചേ, ഞാൻ കേട്ടില്ല. എന്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ. എന്റെ പ്രാണനെ കാക്കണമേ, എന്റെ പ്രാണനെ കാക്കണമേ. ദൈവമാണ് നമ്മുടെ പ്രാണനെ കാക്കുന്നത്. ദാവീദ് ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൻ എന്നെ കാത്തോന്ന് പറഞ്ഞു. പിന്നെ ഒന്നും സങ്കീർത്തനം എഴുതത്തില്ല, എല്ലാം ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു. ഇങ്ങനെ നടക്കുമായിരുന്നു? ഇല്ല. ഓരോ പ്രാർത്ഥനയിലും ദൈവവുമായിട്ടുള്ള വലിയ ബന്ധം. എന്നെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ കാക്കണമേ, എന്റെ പ്രാണനെ കാക്കണമേ. പ്രാണൻ ദൈവമാണ് പ്രാണനെ കാക്കുന്നത്. ഞാൻ ഇന്നാൾ പറഞ്ഞാണോ എനിക്കൊരു സംശയമുണ്ട്. നോർത്ത് ഇന്ത്യയിൽ കഴിഞ്ഞിടയ്ക്ക് ഒരു ദൈവദാസൻ ഒരു വീട്ടിലൊരു പൈതലിനെ പാമ്പ് കടിച്ചപ്പോൾ പ്രാർത്ഥിപ്പാൻ തക്കണം വിളിച്ചു. രാത്രി പോയി പ്രാർത്ഥിച്ചു. ആ വിഷം ഇറങ്ങി. തന്റെ നല്ല കൃപാവരമുള്ള ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാൽ വിഷം ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി, ശബ്ദിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം യോഗം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ രാത്രി 2 മണിയോളമായി. അത് ഇദ്ദേഹത്തെ കാത്ത് കുറച്ച് പേര് നിൽപ്പുണ്ടായിരുന്നു. ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തെ പിടിച്ചു വലിച്ചുകൊണ്ട് കാട്ടിലേക്ക് കൊണ്ടുപോയി ഇദ്ദേഹത്തെ കൊല്ലാൻ പോവുകയാണ്. കൊല്ലാനാണ് കൊണ്ടുപോയത്. കാട്ടിലേക്ക് കൊണ്ടുപോയി 2 പേര്, ഒരാളെ ഇടത്ത് കയ്യിലും പിടിച്ചു, ഒരാൾ വലത്ത് കയ്യിലും പിടിച്ചു. 2 പേരും ഇങ്ങനെ പിടിച്ചു. വേറൊരുത്തൻ ഒരു മഴു എടുത്ത് തലക്കെട്ട് വെട്ടാൻ ഇങ്ങനെ വരികയാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് സംഭവിച്ചതാണ്. മഴു എടുത്ത് തലക്കെട്ട് വെട്ടാൻ ഇങ്ങനെ വരികയും ഒരു പാമ്പ് തന്റെ ദേഹത്തോട്ട് വന്ന് വീണു, കടിച്ചു. മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു പാമ്പ് ഈ മഴ കൊണ്ട് വെട്ടാൻ വന്നവനെ കയറി കടിച്ചു. ആ സ്നേഹിക്കിനൊരു പേരുണ്ട്, അത് കടിച്ചാൽ അന്നേരം ചത്തു. ആ പേര് ഞാൻ പറഞ്ഞു. ആ സ്നേഹിക്ക് വന്ന് ഇദ്ദേഹത്തിന്റെ മേൽ വീണു, മഴ തെറിച്ചു പോയി, ഇദ്ദേഹത്തെ കടിച്ചു, താഴെ വീണു. ഉടനെ ഇദ്ദേഹത്തെ രക്ഷിക്കാൻ തക്കണം മറ്റു 2 പേരും കൈവിട്ടു. ആ സമയം ദൈവദാസന് ഓടിപ്പോയി. ദൈവത്തിന്റെ സ്തോത്രം. നോക്കണമേ, ദൈവത്തിന്റെ കാര്യത്തിൽ നീ എന്റെ പ്രാണനെ കാത്. ഇത് പത്രത്തിലെല്ലാം വന്ന വാർത്തയാണ്, മാസികയിൽ വന്ന വാർത്തയാണ്. ആ ദൈവദാസന്റെ സാക്ഷ്യം ഞാൻ കേട്ടതാണ്, യൂട്യൂബിൽ കൂടെ കേട്ടതാണ്. ആ പാമ്പ് അവിടെ അന്നേരം വീണില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ തല 2ആയിട്ട് കീറിക്കളഞ്ഞാനെ. നിന്റെ പ്രാണനെ കാക്കുന്ന ഒരു ദൈവം, നിന്നെ സൂക്ഷിക്കുന്ന ഒരു ദൈവം, നിന്നെ കരുതുന്ന ഒരു ദൈവം, എത്രയോ പ്രാവശ്യം മരണത്തിൽ നമ്മളെ വിടുവിച്ച ദൈവം, നീ എന്റെ കണ്ണിനെ കണ്ണുനീരിൽ എന്റെ കാലിന്റെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തിന്റെ കരുതൽ എത്ര ശ്രേഷ്ഠകരമാണ്. ഇന്ന് നിന്നെ നടത്തുവാൻ കഴിവുള്ള, നിന്റെ പ്രാണനെ കാക്കുന്ന ഒരു ദൈവമുണ്ട്.
നാലാമത് 140 സംഖ്യ 4-ാമത്തെ വാക്യം വായിക്കാം. വായിച്ചേ. യഹോവേ, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ കാക്കണമേ, സാഹസക്കാരന്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ. അവർ എന്റെ കാലടികളെ മറിച്ചു കളവാൻ ഭാവിക്കുന്നു. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ എന്നെ കാക്കണമേ. നിങ്ങളെ ഒന്ന്, നീ എന്നെ കാത്തുകൊള്ളണമേ. അതെങ്ങനെ കാക്കണം? കൃഷ്ണമണി പോലെ കാക്കണമേ. എങ്ങനെ കാക്കണം? എന്റെ പ്രാണനെ കാക്കണമേ. ഇതെല്ലാം ആരോടാ പറയുന്നത്? ദൈവത്തോടാണ് പറയുന്നത്. ഇപ്പോൾ പറയാണ്, ദുഷ്ടന്റെ കയ്യിൽ നിന്നും എന്നെ കാക്കണമേ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അതേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാ. പ്രാർത്ഥിക്കണം കേട്ടോ. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദുഷ്ടൻ എപ്പോഴും എന്റെ അമ്മാമേ പതിയിരിക്കുകയാണ്, നമ്മളെ ഒന്ന് തകർക്കുവാൻ, നമ്മളെ ഒന്ന് ഇല്ലാതാക്കുവാൻ. ദുഷ്ടൻ എങ്ങനെയാണ് ഇവനെ ഒന്ന് കൈകാര്യം ചെയ്യേണ്ടതെന്ന് നോക്കി നടക്കുകയാണ്. അവൻ അടങ്ങിയിരിക്കത്തില്ല, നാണമില്ലാത്തവനാ. എത്ര ആട്ടുകൊണ്ടാണ് ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് ആട്ടി വിടുമ്പോൾ ദുബൈന്ന് സജിപ്പാസ് ഇങ്ങോട്ട് ആട്ടി വിടുന്നു. അപ്പോഴത്തേക്ക് മലബാറിൽ നമ്മുടെ മനോജ് ഭാഷ അവിടെ നാട്ടുന്നു, കാരിപ്പാട്ടിന്ന് ലിജി ആട്ടുന്നു, ഒക്കലഹമായിരുന്നു ശാന്തമ്മ ആട്ടുന്നു, അതുപോലെ മഹാരാഷ്ട്രയിൽ നില നമ്മുടെ മത്സരം ഭാഷ ആട്ടുന്നു. എത്ര ആട്ടുകൊണ്ടാക്കി ഇതുപോലെ നാണമില്ലാത്തൊരു വിശ്വാസം. അത് കർത്താവ് പറഞ്ഞു, പത്രോസ് പറഞ്ഞു, നിർമ്മതരായിരിക്കും, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടെന്ന് അറിയാതെ ചുറ്റിത്തിരിഞ്ഞു കിടക്കുന്നു. ദുഷ്ടന്റെ കയ്യിൽ നിന്ന് എന്നെ കാക്കണമേ. ഇനി പറയാനുണ്ട്, നമ്മൾ ഈ യേശുക്രിസ്തുവിന്റെ മർക്കോസിന്റെ മാളി വെച്ചുള്ള പ്രാർത്ഥനയാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ. അതിൻ്റെ അകത്ത് 7 വിഷയങ്ങളാണ് പറയുന്നത്. അതെല്ലാം പറയാനൊക്കെ ഒരു സമയം മഹാപുരോഹിത പ്രാർത്ഥന എടുത്താണെന്ന് എൻ്റെ ഓർമ്മ. അതിലൊരു പ്രാർത്ഥന, കർത്താവ് തന്റെ ശിഷ്യഗണത്തെക്കുറിച്ച് പിതാവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ചങ്കുരിയുള്ള പ്രാർത്ഥന. ഞാൻ പല പ്രാവശ്യം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന നമ്മുടെ കർത്താവിന്റെ ആ ഹൃദയം കണ്ട് ഞാൻ സ്തുതിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിക്കണം കേട്ടോ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. അതിൻ്റെ അകത്തെ പ്രാർത്ഥന 2 കൂട്ടംകാരും തന്നെ കുറിച്ചാണ് പറഞ്ഞത്. കർത്താവേ, പിതാവേ, എന്നെ മഹത്വരിക്കണമേ. അത് ഉയർത്തെഴുന്നേൽപ്പുണ്ട് യേശുവിനെ മഹത്വരിച്ചു. പിന്നെ പ്രാർത്ഥിച്ചത് ആദിയിലുണ്ടായിരുന്ന മഹത്വത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കണമേ. സ്വർഗാരോഹണം ചെയ്തപ്പോൾ നടന്നു. പിന്നെ 5 കൂട്ടംകാരും നമുക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അത് 2 പ്രാർത്ഥന. ഒന്ന്, നീ ഇവരെ കാത്തുകൊള്ളണമേ. രണ്ടാമതായിട്ട് പ്രാർത്ഥിച്ചെന്തറിയാമോ? അവരെ ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ. ആ പ്രാർത്ഥന ഞാൻ വേണമെങ്കിൽ ഒന്ന് അതിന്റെ നമ്പർ പറഞ്ഞ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. അതേ, നിങ്ങൾ സമയം പോലെ പ്രാർത്ഥിക്കണം. 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പുത്രനെ മഹത്വപ്പെടുത്തണമേ. അത് ഉയർത്തെഴുന്നേൽപ്പുകൊണ്ട് നടന്നു. അതുപോലെ തന്നെ 17-ാം അധ്യായം 4-ാമത്തെ വാക്യം, നീ ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തിരിച്ചിരിക്കുന്നു. അതിന്റെ ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പ് എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണം കൊണ്ട് ആ പ്രാർത്ഥന സാധിച്ചു. ഇത് 2ഉം തനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. 3-ാമത്തെ പ്രാർത്ഥന, അതിന്റെ അവസാന വാചകം 11-ാമത്തെ വാക്യത്തിൽ, നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. ആരെയാ? നമ്മളെ. 4-ാമത് പ്രാർത്ഥിച്ചത് അതിന്റെ 15-ാമത്തെ വാക്യം, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണമേ എന്ന് അപേക്ഷിച്ചു. ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളണമേ. 5-ാമത് പ്രാർത്ഥിച്ചത് 17-ാം വാക്യം, അവരെ വിശുദ്ധീകരിക്കണമേ. 6-ാമത് പ്രാർത്ഥിച്ചത് അതിന്റെ 23-ാമത്തെ വാക്യത്തിന്റെ അവസാന വാക്യം, അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കണം. ഇവരൊന്നും ഐക്യത്തിൽ പോകുന്നവരല്ല. യേശുവിന്റെ വലിയ ആഗ്രഹം എന്നറിയോ? അത് നമ്മളെ ഒരു സഭയിലാണെങ്കിൽ എല്ലാവരും ഐക്യത്തോടെ നിൽക്കും. എന്തൊരു അഭിപ്രായം, ജനറൽ ബോഡി കണ്ടാൽ മതി, അഭിഷേകമൊക്കെ അന്നേരം കാണാം. ഒരു ജനറൽ ബോഡി എന്ന് വെച്ച് അതുവരെ അന്യഭാഷ പറഞ്ഞ ആൾക്കാരുടെ ഒക്കെ അഭിഷേകം അന്നേരം കാണാം. ചൂട് മേടിച്ചെന്റെ രസീത് എവിടെന്തെങ്കിലും കിട്ടുമോ? ഞാനിന്ന് സഭയില് ഒരാൾ ചൂട് മേടിച്ചുകൊണ്ട് വന്നു, അതിന്റെ രസീത് മാർക്കറ്റിൽ നിന്ന്. അങ്ങനെ നിസാര കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഐക്യതയില്ല. യോസേഫ് സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ഉണ്ടല്ലോ വഴി ചണ്ട കൂടരുതെന്ന്. കാരണം ഇവർ വഴക്ക് കുടിക്കുന്നവരാ. അപ്പൊ പോകുന്ന വഴിക്ക് ചണ്ട കൂടരുന്ന് പറഞ്ഞു. നമ്മളൊക്കെ ചണ്ട കൂടുന്നവരാ. അതൊക്കെ നിർത്തണം കേട്ടോ. കർത്താവിന്റെ പ്രാർത്ഥന ഐക്യത്തിൽ തികഞ്ഞവരാകണം. യേശു അവസാനം പ്രാർത്ഥിച്ചെന്താ? 24-ാമത്തെ വാക്യം, ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടി ഇരിക്കണം. ഇങ്ങനെ വല്ലതും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം. യേശുവിന്റെ പ്രാർത്ഥന ദൈവം കാക്കുന്ന. ഒരു വാക്യം കൊണ്ട് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. അത് 91-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യം വായിക്കാം. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നമ്മുടെ എല്ലാ വഴികളിലും കാക്കണമേ. നമ്മുടെ എല്ലാ വഴികളിലും നമ്മൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ,
നമ്മളൊരു ലോണിന് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ, നമ്മളൊരു വീട് പണിയിക്കാൻ തക്കൊണ്ട് പോകുമ്പോൾ, ഒരു യോഗത്തിന് പോകുമ്പോൾ എല്ലാ വഴികളിലും കാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, അതൊരു വാഗ്ദത്തമാണ്. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടത് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നമ്മൾ ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ യാക്കോബ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്. അവനോട് നേർച്ചേർന്നപ്പോൾ പറഞ്ഞു, എന്റെ യാത്രയിൽ എന്നോട് കൂടെ ഇരിക്കുകയും, എടുത്തെങ്കിൽ വായിക്കാം, എന്റെ യാത്രയിൽ നീ എന്നോട് കൂടെ ഇരിക്കുകയും കഴിപ്പാൻ എനിക്ക് ആഹാരവും ധരിപ്പാൻ എനിക്ക് വസ്ത്രം തരുമെങ്കിൽ. വായിച്ചത് ഉൽപ്പത്തി 28:20. യാക്കോബ് ഒരു നേർച്ച നേർന്നു, ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എന്റെ അപ്പന്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. എന്നെ കാത്തുകൊള്ളുന്ന വാക്കില്ലേ ഉണ്ട്, 28-ാം അധ്യായം എന്നെ കാത്തുകൊള്ളുകയും എന്നൊരു വാക്കില്ലേ ഉണ്ട് ലിജി. ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഈ യാത്രയിൽ എന്നെ കാക്കുകയും, അതാണ് അത് ആദ്യം വായിച്ചതാ. ഞാന് അപ്പച്ചനല്ല, ഇച്ചിരി പ്രായമൊക്കെ ആയതുകൊണ്ട് അതത്ര ശ്രദ്ധിച്ചില്ല. ഈ യാത്രയിൽ എന്നെ കാക്കുകയും കേട്ടോ. അപ്പൊ എന്താ വായിച്ചത്? നിന്റെ എല്ലാ വഴിയിലും കാക്കേണ്ടത്. ഈ വഴിയിൽ യാത്രയിൽ എന്നെ കാക്കണം. അങ്ങനെ ചെയ്യാമെങ്കിൽ ഞാൻ ദശാംശം കൊടുക്കാവും. നമുക്ക് എന്തൊരു കണ്ടീഷനാ, നമ്മുടെ ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യുന്നില്ലേ? ഇങ്ങനെയൊക്കെ ചെയ്താലാമെങ്കിൽ അല്ലെ 10 പൈസ കൊടുക്കത്തില്ല. അതേ സ്വോത്രം ചെതുക്കുമ്പം ആൾക്കാരുടെ തപ്പല് കാണുന്നു. അതേ അതിനകത്ത് ഏറ്റവും കീറിപ്പറഞ്ഞ നോട്ടുണ്ടെങ്കിൽ, ഏറ്റവും കുറഞ്ഞ നോട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി കിടന്ന് വിരലോടിക്കുന്ന ആൾക്കാരുടെ പരവേശം. ഇതൊക്കെ കരുതി വീട്ടിൽ നിന്ന് വരണ്ടേ? നമ്മുടെ ഇവിടുത്തെ ദുബൈലക്കാരി അല്ല ഈ പറയുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം എന്താണെന്നറിയാമോ? പൊതുവേ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് നീ എന്നെ ഇങ്ങനെയൊക്കെ കാക്കാമെങ്കിൽ ഞാൻ ദശാംശം കൊടുക്കും. എനിക്ക് കിട്ടുന്നതിന്റെ എല്ലാ ദിവസവും. അത് മാത്രമല്ല, എന്നെ ക്ഷേമത്തോടെ മടക്കി വരുത്താക്കി ഒരു വലിയ ആടിയോ പണി ഈ പറഞ്ഞല്ലാതെ 10 പൈസ കൊടുക്കത്തുമില്ല. അത് പുള്ളിക്കാരനെ ഇതെല്ലാം മറന്നുപോയി. 16 വെച്ച് മറന്നുപോയി. പിന്നെ ദൈവം ഓർപ്പിച്ചോടാ, നീ പറഞ്ഞതായി എന്നോട് പറഞ്ഞത് പോയി നിറവേറ്റാൻ പറഞ്ഞു. നമ്മളൊരു പ്രതിഷ്ഠ എടുത്ത സമർപ്പിച്ചു കഴിഞ്ഞാണല്ലോ, ദൈവം മറക്കത്തില്ല, നമ്മൾ മറന്നു പോകും, ദൈവം അത് ഓർപ്പിക്കും. അത് നമ്മുടെ ദൈവത്തോടെ കടപ്പാട് പ്രാപിക്കണം, അതേ പാലിക്കണം. 5 കൂട്ടം വിഷയങ്ങൾ ഞാൻ പറഞ്ഞു. 1, ഞാൻ നിന്നെ സ്വർണ്ണമാക്കിയിരിക്കാൻ എന്നെ കാക്കണമേ. 2, കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമേ. 3, എന്റെ പ്രാണനെ കാക്കണമേ. 5, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ എന്നെ കാക്കണമേ. എന്റെ എല്ലാ വഴികളും എന്നെ കാക്കണമേ. ഇപ്പോൾ ഹരിപ്പാട്ടിൽ നിന്ന് ഹരിപ്പാട് കൊയർ ഇപ്പോൾ ഒരു പാട്ട് പാടാൻ പോവുകയാണ്. എന്താ പാട്ടാണെന്ന് അറിയാമോ? അവരിപ്പം പിടിച്ചുപറിയാണ്, ഈ പാട്ടുകാരെല്ലാം പിടിച്ചുപറിയാണ്. അത് എല്ലായിടത്തും അങ്ങോട്ട് കൊണ്ടുപോകാൻ തക്കണം, നമുക്കോട്ട് ഒക്കുന്നുമില്ല. ഇപ്പൊ അവരുടെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ പ്ലാറ്റ്ഫോം ഇളകാൻ പോവുകയാണ്. അതേ ലിജി സൗമേൽ, മകൾ അതെ ഫെബിയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം. പിന്നെ ഒരു ആവശ്യം കൊണ്ട് ദൈവമക്കളുടെ മുമ്പാകെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു അവസരം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്നു. ഇതിലേക്ക് പാടുവാൻ ക്ഷണിച്ച പ്രിയ ആൻഡ്രൂസ് പാസ്റ്ററിനോടും പ്രിയ സജി പാസ്റ്റർ, മറ്റു ദൈവമക്കൾ എല്ലാവരോടും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. ദിവസം നമുക്കൊരു പാട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരും പറഞ്ഞാലും ഞാനേകനാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ, ആരു പറഞ്ഞാലും ഞാനേകനാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ. ആഴിയിന്നോളങ്ങൾ ആർത്തിരമ്പിടുമ്പോൾ നാലാം യാമത്തിൽ നീ വന്നിരുന്നില്ലെങ്കിൽ പണ്ടു തന്നെ തകർന്നു പോയേനെ ഞാൻ, പണ്ടു തന്നെ വാടി വീണേനെ. ആരു പറഞ്ഞാലും ഞാനേകനാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ. ആഴിയിന്നോളങ്ങൾ ആർത്തിരമ്പിടുമ്പോൾ നാലാം യാമത്തിൽ നീ വന്നിരുന്നില്ലെങ്കിൽ പണ്ടു തന്നെ തകർന്നു പോയേനെ ഞാൻ, പണ്ടു തന്നെ വാടി വീണേനെ.
പെറ്റമ്മ പോലും കാണാത്തവൻ കാട്ടിൽ ഏകനായി ഞാൻ തളർന്നിടുമ്പോൾ, പെറ്റമ്മ പോലും കാണാത്തവൻ കാട്ടിൽ ഏകനായി ഞാൻ തളർന്നിടുമ്പോൾ, സ്വർഗം തുറന്നു നീ ദൂതഗണങ്ങളാൽ കണ്ണുനീർ തുടപ്പാൻ വന്നിരുന്നില്ലെങ്കിൽ ക്ഷീണിതനായി തളർന്നു പോയേനെ ഞാൻ, ക്ഷീണിതനായി വാടി വീണേനെ. ആരു പറഞ്ഞാലും ഞാൻ ഏകനാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ, ആഴിയിന്നോളങ്ങൾ ആർത്തിരം വീടുമ്പോൾ നാലാം യാമത്തിൽ നീ വന്നിരുന്നില്ലെങ്കിൽ പണ്ടു തന്നെ തകർന്നു പോയേനെ ഞാൻ, പണ്ടു തന്നെ വാടി വീണേനെ. നിന്നിച്ചു തള്ളിയ പൊട്ടക്കിണറ്റിലും വാഗ്ദത്തം തന്നവനൻ തലയ്ക്കുമീതേ, നിന്നിച്ചു തള്ളിയ പൊട്ടക്കിണറ്റിലും വാഗ്ദത്തം തന്നവനൻ തലയ്ക്കുമീതേ, മറ്റാരും കാണാത്ത മാന്യത നൽകുവാൻ കാരാഗ്രഹത്തിലും നീ വന്നിരുന്നില്ലെങ്കിൽ ലജ്ജിതനായി തകർന്നു പോയേനെ ഞാൻ, ലജ്ജിതനായി വാടി വീണേനെ. ആരു പറഞ്ഞാലും ഞാൻ ഏകനാകുമോ, ആരു കൈവിട്ടാലും നീ എന്നെ കൈവിടുമോ, ആഴിയിന്നോളങ്ങൾ ആർത്തിരം വീടുമ്പോൾ നാലാം യാമത്തിൽ നീ വന്നിരുന്നില്ലെങ്കിൽ പണ്ടു തന്നെ തകർന്നു പോയേനെ ഞാൻ, പണ്ടു തന്നെ വാടി വീണേനെ. താങ്ക് യു ലിജി മോൾ, ഫിബിയ മോൾ. എത്ര മനോഹരമായ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. 3 പേരുടെയും പാട്ടുകൾ അതിമനോഹരമായിരുന്നു. സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർക്കേണ്ടതായ പാട്ടുകൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതേ ശാന്തമിഷ്ടർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സജി പാസ്റ്റർ ആ ഒരു വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്നു. അതേ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സജി പാസ്റ്റർ. അങ്ങളെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി അനുഗ്രഹീതമായ രീതിയിൽ ഇന്ന് രാത്രി ക്ലാസ് എടുക്കുവാൻ പാസ്റ്റങ്ങളെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ. പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കി 61ാമത്തെ ക്ലാസ് ഇന്ന് രാത്രി എടുക്കുവാൻ നന്നായി അത് നമുക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. ദാവീദിന്റെ പ്രാർത്ഥന, യേശു കർത്താവിന്റെ പ്രാർത്ഥന, അതുപോലെ ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കാൽ എന്നെ കാത്തുകൊള്ളണമേ. ഒരവസരത്തിലല്ല, എല്ലാ മേഖലകളും അല്ല ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. അങ്കിൾ പറയാനിടയായി, നമ്മൾ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രം ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന ഒരു അനുഭവം. അങ്ങനെയല്ല, എല്ലാ സാഹചര്യത്തിലും നമ്മൾ ദൈവത്തെങ്കിലേക്ക് നോക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയാകട്ടെ. 5 മേഖലകളിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മ നമ്മളോട് ഇടപെടുവാൻ ഇടയായി. എങ്കിലിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മനോഹരമായ പാട്ടുകൾ പാടിയ കർത്താവിൻ ദാസന്മാരോടുള്ള നന്ദി അറിയിക്കുന്നു. ഒന്നിനൊന്നിനും മെച്ചമായ പാട്ട്, എല്ലാവരും ഒന്നിനൊന്നിനും മെച്ചമായിട്ട് പാടുവാൻ കർത്താവ് ഇടയായല്ലോ. കർത്താവിനെ ഒരു ശക്തമായിട്ട് വീണ്ടും ഉപയോഗിക്കട്ടെ. അനേക വേദികളിൽ കർത്താവ് ഉപയോഗിക്കുമാറാകട്ടെ എന്ന് ഞാൻ തരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് വേഗത്തിൽ പ്രാർത്ഥിച്ച് നമ്മുടെ മീറ്റിംഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കർത്താവ് നമ്മെ അവരെ അനുഗ്രഹിക്കട്ടെ. അടുത്ത ചൊവ്വാഴ്ച നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടാം. ഇപ്പോൾ മനോജ് പാസ്റ്റർ വയനാട് പ്രാർത്ഥിക്കും. ജി രാജീവ് പാസ് ആശീർവാദം പറയും.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ നല്ല ദൈവമേ, ഈ നല്ല സമയത്ത് അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാനും മനോഹരമായ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാനൊക്കെയും കർത്താവ് ഞങ്ങളെ സഹായിച്ചു. അതിനായി നന്ദി കർത്താവെ. ഞങ്ങൾക്ക് കർത്താവെ ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ബൈബിൾ ക്ലാസ് നൽകിയത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന എപ്രകാരമായിരിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് കർത്താവെ കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവെ ദീർഘനാളുകളായി കർത്താവെ ഞങ്ങൾക്ക് പഠിക്കുവാൻ ദൈവം സഹായിച്ചു. കർത്താവെ വിവിധ നിലകളിൽ ദൈവം കാക്കേണ്ടതിനെ കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ ഹല്ലേലൂയ ഇന്ന് കർത്താവ് ഞങ്ങളോ വചനത്തിലൂടെ പഠിപ്പിച്ചതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കണ്ണിന്റെ കൃഷ്ണമണി പോലെ കർത്താവെ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ പരിപാലിക്കണമേ. കർത്താവെ എല്ലാ വഴികളിൽ ഞങ്ങളെ കാക്കണമേ. കർത്താവെ ഹല്ലേലൂയ ഇന്ന് പഠിച്ച ആ വിഷയങ്ങളെല്ലാം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാർത്ഥനയായി ആയി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി വേർപാടിന്റെ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ ആന്റിയെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ആശ്വസിപ്പിക്കണമേ. ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ക്ലാസ് എടുത്ത CV ആൻഡ്രൂസ് പാസ്റ്ററെ ദൈവം അനുഗ്രഹിക്കണമേ. ഈ ക്ലാസ് ഞങ്ങൾക്കായി ഒരുക്കുന്ന പ്രിയ സജി സാമുവേൽ പാസ്റ്ററിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളം അനുഗ്രഹിക്കണമേ. പാട്ടുപാടിയ പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയെല്ലാം കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതമേ അനുഗ്രഹിച്ചതിനാൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, പുത്രനാം യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് വഴി നടത്തും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, സംസർഗം, കാവല, സൂക്ഷിപ്പ്, പരിപാലനം, പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഇന്ന് മുതൽ എന്നേക്കും ഈ പ്രവർത്തനത്തിന്മേലും വചന ശുശ്രൂഷ കർത്താവിന്റെ ദാസന്മേലും ലീഡ് ചെയ്ത കർത്തൃഭൃത്യന്റെ മേലും ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവരുടെ മേലും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ പ്രത്യക്ഷത വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ.